നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇനി തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് 24 വെട്ടേറ്റ എമ്പുരാൻ. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട സൂചനകൾ ഒഴിവാക്കി. 2002 പകരം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് എന്ന് വില്ലന്റെ പേര് ബൽദേവ് എന്നാക്കി മാറ്റി. സ്ത്രീകൾക്കെതിരായ അതിക്രമ ദൃശ്യങ്ങൾ കുറച്ചു. മതസ്ഥാപനങ്ങൾ ഒഴിവാക്കി. NIA ബോർഡ് മാറ്റി. സുരേഷ് ഗോപിയുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ പേര് നന്ദി കാർഡിൽ നിന്ന് ഒഴിവാക്കി. ആകെ 2 മിനിറ്റ് 8 സെക്കൻഡ് വെട്ടിമാറ്റിയതോടെ സംഘ് പരിവാർ എതിർപ്പിന് എമ്പുരാൻ ടീം വഴങ്ങി എന്ന് വ്യക്തം. എല്ലാം ഒന്നിച്ചെടുത്ത തീരുമാനമെന്നും തെറ്റുതിരുത്തൽ എന്നും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറയുമ്പോൾ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം തുറന്നു കാട്ടാൻ കഴിഞ്ഞുവെന്ന് പരിവാർ സംഘടനകൾ. സെൻസർ ചെയ്ത സിനിമ തടയണമെന്ന ആവശ്യം ഹൈക്കോടതി പോലും തള്ളുമ്പോൾ ഇടത് കോൺഗ്രസ് പിന്തുണയ്ക്ക് പോലും എമ്പുരാനെ വെട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാത്തതെന്തുകൊണ്ട്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ ശ്രീജിത്ത് പണിക്കർ, യൂത്ത് ലീഗ് ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ CK ഷാക്കിർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, ഫെഫ്കയുടെ പ്രതിനിധിയും സംവിധായകനുമായ ശ്രീ ജോസ് തോമസ് എന്നിവരാണ്. ആദ്യം ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇതിപ്പോൾ എമ്പുരാൻ സിനിമയെ എതിർത്തിരുന്നവർക്ക് പോലും, അതിൽ സംഘ് പരിവാർ സംഘടനകൾ എന്ന് തന്നെ പറയാം, അവർക്ക് പോലും ഈ രീതിയിൽ ഈ സിനിമയിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നില്ല അവർ ഉദ്ദേശിച്ചിരുന്നത്. അവർ ഉദ്ദേശിച്ചത് പ്രമേയപരമായ ഒരു മാറ്റമാണ്, അതല്ലെങ്കിൽ പ്രമേയത്തിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയമാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഈ 24 വെട്ടുകൊണ്ട് സിനിമയുടെ രാഷ്ട്രീയത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്ന് എതിർക്കുന്നവർക്ക് പോലും അറിയാം. പക്ഷേ അവിടെ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം തുറന്നു കാട്ടാൻ കഴിഞ്ഞു. അതുകൊണ്ട് ചർച്ചകൾ ഇവിടെ കൊണ്ട് നിന്നോട്ടെ എന്നുള്ള നിലപാടും അവരിൽ പലർക്കും ഉണ്ട്. ഇവിടെ ആർക്കാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത്? അല്ല, ഇതൊരു പെർസ്പെക്റ്റീവിൻ്റെ വിഷയമാണെന്നാണ് ഞാൻ കരുതുന്നത് ശ്രീ മഞ്ജുഷ്. അതായത് ഈ സിനിമ പുറത്തു വരുന്ന സമയത്ത് പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ ധൈര്യം തുടങ്ങിയ കാര്യങ്ങളെയാണ് നമ്മുടെ നാട്ടിലുള്ള പല രാഷ്ട്രീയ നേതാക്കളും സംഘടനകളും ഒക്കെ തന്നെ പ്രകീർത്തിച്ചത്. അതായത് സംഘപരിവാർ രാജ്യം ഭരിക്കുന്ന ഒരു കാലത്ത് സംഘപരിവാറിൻ്റെ വർഗീയതയ്ക്കെതിരെ, അവരുടെ ക്രൂരതയ്ക്കെതിരെ നിർഭയം സംസാരിക്കാനായിട്ട് ഒരു ആൺകുട്ടി, ഒരു ചുണക്കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇവരെല്ലാവരും തന്നെ ആദ്യ ദിവസം ആഘോഷിച്ചത്. അപ്പോൾ അങ്ങനെ യാതൊരു നിലയ്ക്കും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത, ഒരു സമ്മർദ്ദങ്ങൾക്കും വിധേയനാകാത്ത, വളരെ നിർഭയം തൻ്റെ രാഷ്ട്രീയം പറയുന്ന ഒരാളുടെ സിനിമ 24 എഡിറ്റുകൾ വേണ്ടി വന്നു പിന്നീട് അത് പ്രദർശിപ്പിക്കാനെന്നും അത് രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എങ്കിൽ പോലും ഭീഷണിയുടെ പുറത്തല്ല എന്നും വന്നു കഴിഞ്ഞാൽ ആ പൊസിഷൻ ഡൈല്യൂട്ടായി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിനുവേണ്ടി സാധിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പെർസ്പെക്റ്റീവിൻ്റെ വിജയമാണ്. മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ സമയം, ഏതാണ്ട് 2 മിനിറ്റ് ചെല്ലുവാനും മാത്രമേ ഈ 24 എഡിറ്റുകളിലും സിനിമയിൽ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. കാരണം ചില ഭാഗങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും കുറച്ചിട്ടുണ്ടെങ്കിൽ തത്തുല്യമായിട്ട് മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. അങ്ങനെ ടോട്ടൽ ലോസ് വന്നിരിക്കുന്നത് ഏതാണ്ട് 2 മിനിറ്റ് മാത്രമാണ് എന്നതുകൊണ്ട് തന്നെ ഈ സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല എന്നും, ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ, ഒരു പ്രത്യേക വർഷം നടന്നിരിക്കുന്ന ഒരു ഇൻസിഡൻറ്റിനെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രസക്തി അവർക്ക് സ്റ്റിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അത് മാത്രമല്ല, ഈ സിനിമയുടെ പ്രമേയം ഇതിനകം തന്നെ ധാരാളം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് സിനിമ പറയുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ള കാര്യം സമൂഹത്തിനും ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. മാത്രമല്ല, കളക്ഷനിലും വലിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് കണ്ട പ്രേക്ഷകരുടെ എണ്ണവും വളരെ വലുതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ 24 വെട്ടുകൊണ്ട ഈ എമ്പുരാൻ, പുതിയ എമ്പുരാൻ വരുമ്പോഴും അതിൽ ഈ പറയാൻ ഉദ്ദേശിച്ചിരുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ ഇനി കാണുന്നവർക്കും ബോധ്യമാകും. അതിൽ സംശയമൊന്നുമില്ലല്ലോ. അത് ഈ 24 വെട്ടുകൊണ്ട് അതിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറയുവാൻ കഴിയുമോ? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ നിലയ്ക്കല്ല. ഇപ്പോൾ സംഘപരിവാർ ആൾക്കാരുടെ ആവശ്യപ്രകാരമുള്ള എഡിറ്റാണ്, അല്ലെങ്കിൽ ഓർഗനൈസറിൽ വന്നിരിക്കുന്ന രീതിയിലത്തേക്കുള്ള ആവശ്യപ്രകാരമുള്ള എഡിറ്റാണ് എങ്കിൽ പിന്നീട് ആ സിനിമയ്ക്ക് തന്നെ പ്രസക്തിയില്ല, ആ സിനിമയ്ക്ക് തന്നെ നിലനിൽപ്പില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കഥ നടക്കുന്നത് എന്ന രീതിയിലത്തേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമാണ് ആ സിനിമയെ കിൽ ചെയ്യാതെ ഒരുപക്ഷെ അതിൻ്റെ മേക്കേഴ്സിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് അങ്ങനെയുള്ള ഡയറക്റ്റ് റെഫറൻസുകളെയൊക്കെ തന്നെ പരിമിതപ്പെടുത്തിക്കൊണ്ട്, ടോണിനെ മൊത്തത്തിലൊന്ന് മൃദുവാക്കിക്കൊണ്ട്, നേരത്തെ പറഞ്ഞ ചില ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ പേരുകളെയൊക്കെ തന്നെ മറ്റു രീതികളിലേക്കൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു വേർഷൻ ഇറക്കാം എന്നൊരു പക്ഷേ അവർ ചിന്തിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്യന്തികമായിട്ട് ഈ രീതിയിലത്തേക്കുള്ള 24 എഡിറ്റുകൾ ഈ സിനിമയിൽ ഉണ്ടാകുമായിരുന്നോ? ഇല്ല. അതുണ്ടായത് എന്തുകൊണ്ടാണ്? വലിയ വിമർശനം ഉണ്ടായതുകൊണ്ടാണ്, രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമയെ വിമർശിച്ചിരുന്ന ആൾക്കാർക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ ഇല്ലാതെയാവുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. വലിയ
മുതൽ മുടക്കുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ NIA ബോർഡ് ഉപയോഗിക്കുക തുടങ്ങിയ കുറേയധികം വിമർശനങ്ങൾ അതിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ ഇന്ന് വിശദീകരണം നൽകാൻ തയ്യാറായി. അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് കൂട്ടായി എടുത്ത തീരുമാനമാണ്, ആരുടെയും സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഇല്ലായിരുന്നുവെന്നാണ്. പക്ഷേ അത് നമുക്ക് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ആ രണ്ട് കാര്യങ്ങളും കൂട്ടായി എടുത്ത തീരുമാനമാണ്, ആരുടെയും സമ്മർദ്ദമില്ല, തെറ്റുതിരുത്തുക മാത്രമാണ് ചെയ്തത് എന്ന്. ഈ തെറ്റുതിരുത്തുക മാത്രമാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഒരു തെറ്റ് സംഭവിച്ചു എന്നുള്ള ഒരു സമ്മതം കൂടിയായി മാറുകയാണല്ലോ. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇത് തെറ്റാണ് എന്ന് ഈ സിനിമയുടെ മേക്കേഴ്സിന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നീട് 24 എഡിറ്റാണോ, ഒരു എഡിറ്റാണോ, 1 സെക്കൻഡാണോ, അരമണിക്കൂറാണോ റിമൂവ് ചെയ്യുന്നത് എന്നതിൽ കാര്യമില്ല. തെറ്റ് സംഭവിച്ചു എന്നുള്ള ഒരു പ്രസ്താവന ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മേക്കേഴ്സിന് ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അവരുടെ ഒരു തിരിച്ചറിവാണ്. പിന്നെ ഇത് കൂട്ടായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് പറയുമ്പോൾ പോലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതുവരെ തൻ്റെ ആരാധകരോട് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്ന, ഈ ടീമിന് വേണ്ടി ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ആ സിനിമയുടെ നായക കഥാപാത്രമായിട്ടുള്ള ഈ ഖുറേഷി എബ്രാം എന്ന റോള് ചെയ്തിരിക്കുന്ന നടൻ ശ്രീ മോഹൻലാലാണ്. അദ്ദേഹം അല്ലാതെ മറ്റുള്ള ആൾക്കാരും ചെയ്തിട്ടില്ല. മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെ പരമാവധി ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഖേദപ്രകടനത്തിനെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ പോലും ഈ സിനിമയുടെ എഴുത്തുകാരനായിട്ടുള്ള ശ്രീ മുരളി ഗോപി അതിന് പോലും ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇത് കൂട്ടായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് പറയുമ്പോൾ പ്രതികരണം വളരെ ലിമിറ്റഡ് ആയിട്ട് വരുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ 2 ആൾക്കാരുടെ പ്രതികരണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ള പ്രധാനപ്പെട്ട 2 ആൾക്കാർ അല്ലെങ്കിൽ നിർമ്മാതാക്കളെ മൊത്തം പരിഗണിച്ചു കഴിഞ്ഞാൽ 3 ആൾക്കാരെങ്കിലും ഇതിൽ ഇനിയും പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഉണ്ടായിട്ടില്ല. പിന്നെ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. മഞ്ജുഷ പറഞ്ഞതുപോലെ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദം, വിമർശനം ഒക്കെ തന്നെ അവർക്കുണ്ടായിട്ടുണ്ട്. ഭീഷണി ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാം. ഒരുപക്ഷെ അതിനെപ്പറ്റി കൺഫേം ചെയ്യേണ്ടത് സിനിമയുടെ ആ ഫിലിം മേക്കേഴ്സ് തന്നെയാണ്. പക്ഷേ മേക്കേഴ്സ് ഇതുവരെ ആ കാര്യം പറഞ്ഞിട്ടുമില്ല. ഭീഷണി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഭീഷണി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആ തിരുത്തൽ വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇതേ നിരീക്ഷണം തന്നെയാണോ താങ്കൾക്കുള്ളത്? ഇവിടെ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം തുറന്നു കാട്ടി എന്നുള്ള കാര്യമാണ് സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ളവർ പറയുന്നത്. അവരിൽ പലരും ഇനി ഈ വിവാദം വേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം ഞങ്ങൾ തുറന്നു കാട്ടാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. അതല്ലാതെ സിനിമയുടെ പ്രമേയത്തെ മാറ്റണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ആ പ്രമേയം ഒരു പക്ഷത്തെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നതായിപ്പോയി, മറുപക്ഷത്തിന് പ്രശ്നമുണ്ടാക്കുന്നതായിപ്പോയി. അത് ഞങ്ങൾ തുറന്നു കാട്ടി. അത് ഈ സിനിമയുടെ മേക്കറായ പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവിടെ ഒളിച്ചു കടത്തുകയായിരുന്നു എന്നായിരുന്നുവല്ലോ ഈ സിനിമയെ എതിർത്തവരുടെ വാദം. അത് ശരിവെക്കുന്ന കാര്യങ്ങളാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. കാരണം അവിടെ തിരുത്തൽ വരുത്തി. അത് മാത്രമല്ല, നിർമ്മാതാവ് പറയുകയാണ് ഒരു തെറ്റുതിരുത്തലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നും. മഞ്ജുഷി, ഈ ഓരോ വാക്കിനും ഓരോ വ്യാപ്തിയും ഓരോ അർത്ഥവുമാണ്. ഞാൻ ശ്രീ മോഹൻലാൽ വായിച്ചതിൽ എവിടെയും തെറ്റ് എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇവിടെ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞതാണ്. അതാണ് തെറ്റെന്ന വാക്കാണോ അദ്ദേഹം പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു തെറ്റ് തിരുത്തിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് അദ്ദേഹം പറഞ്ഞത്, ലാലേട്ടൻ പറഞ്ഞതാണ്, പ്രിമൈസ് വെച്ച് പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. ശ്രീ അന്നി പെരുമ്പാവൂർ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു. പക്ഷേ എനിക്ക് ആ വാക്ക് മിസ് ചെയ്തതായിരിക്കാം. ഈ ഓരോ വാക്കിനും ഓരോ വ്യാപ്തിയാണ്. അതായത് മോഹൻലാൽ മാപ്പ് പറയുകയല്ല, ഖേദപ്രകടനം നടത്തി. ഞാൻ കേട്ടിടത്തോളം, ഞാൻ 2-3 ചാനലുകൾ കേട്ടു, ശ്രീ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ആരെയും വിഷമിപ്പിച്ചു പോകുന്നവരല്ല ഞങ്ങൾ. അങ്ങനെ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് തിരുത്താൻ തയ്യാറായി എന്നാണ്. തിരുത്തൽ തയ്യാറായി എന്നാണ്. തെറ്റെന്ന വാക്ക് ഉപയോഗിച്ചോന്ന് എനിക്കറിയില്ല. സബ്ജക്ട് ടു കറക്ഷൻ. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ വാക്കിനും ഓരോ മൂല്യവും വിലയും ഒക്കെയാണ്. ഞാൻ ഈ ചർച്ചയിൽ കയറാൻ 2 മിനിറ്റ് താമസിച്ച് തന്നെ ഏകദേശം 1 മണിക്കൂർ മുമ്പ് ശ്രീമതി മല്ലിക സുകുമാരൻ, എൻ്റെ അമ്മയായ മല്ലിക, എൻ്റെ അമ്മയുടെ പേര് മല്ലിക എന്നാണ്, വിളിച്ച് രാഹുൽ മോദിജിയെ ഈ സിനിമ മോശമായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുവെന്ന് മനോരമയിലൊരു വാർത്ത വന്നു. അതിനെതിരെ അവർക്കൊരു വിഷമവും പറഞ്ഞു. ഞാനപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പിന്നീട് വാർത്ത നോക്കിയപ്പോൾ വാർത്ത കൊടുത്തിരിക്കുന്ന കറക്റ്റാണ്, ഞാൻ മനോരമയ്ക്ക് കൊടുത്തത്. പക്ഷേ ഒരു വാക്കതിൽ മോദിജിയെ പോസിറ്റീവായി കാണിക്കാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഹെഡ്ലൈനിലേക്ക് എത്തിയപ്പോൾ മോദിജിയെ മോശമായി കാണിച്ചു എന്ന് അവരങ്ങ് സംഗ്രഹിച്ചു. ഓരോ വാക്കിനും ഓരോ വ്യാപ്തിയാണ്. ഞാൻ ഇപ്പം ബുദ്ധിമുട്ടി കഴിഞ്ഞ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വിളിച്ചു പറഞ്ഞത് മാറ്റിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ വാക്കിനും ഓരോ വ്യാപ്തിയുണ്ട്. ഇത് ആരുടെയും ഇതൊരു ഫുട്ബോൾ മത്സരമൊന്നും അല്ലല്ലോ. ആരെങ്കിലും ജയിക്കാനും പരാജയപ്പെടാനും. ലാലേട്ടൻ നമ്മുടെ എല്ലാവരുടെയുമാണ്. പൃഥ്വിരാജ് ഈ നാട് കണ്ട ഏറ്റവും പ്രതിഭാധനായ ചെറുപ്പക്കാരിൽ ഒരാളാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്ന പോലെ എൻ്റെ കൂടെ സുഹൃത്തായ വിവേക് ഒബ്രോയ് പൃഥ്വിരാജിനെ കമലഹാസൻ എന്നാണ് വിളിച്ചത്. അപ്പോൾ പൃഥ്വിരാജ് വളരെ കഴിവുള്ള വ്യക്തിയാണ്. എന്നാൽ പൃഥ്വിരാജ് ഹിന്ദുത്വ വിരുദ്ധ നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. മുരളി ഗോപി ഹിന്ദുത്വ വിരുദ്ധ നിലപാടെടുക്കുന്ന വ്യക്തിയാണ്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അതായത് BJP അംഗമായ മുരളി ഗോപിയുടെ മകൻ ഭരത് ഗോപിയുടെ മകൻ ശ്രീ മുരളി ഗോപി ഹിന്ദുത്വ വിരുദ്ധനാണ്. BJPക്ക് വേണ്ടി പ്രചരണം നടത്തിയ മോദിജിയെ ഇഷ്ടപ്പെടുന്ന മല്ലിക സുകുമാരന്റെ മകൻ ശ്രീമതി മല്ലികാമ്മയുടെ മകൻ പൃഥ്വിരാജ് ഹിന്ദുത്വ വിരുദ്ധനാണ്. നമ്മുടെ ആ ഒരു രാഷ്ട്രീയം തുറന്നു കാട്ടുകയാണ് ഇവിടെ ചെയ്തത് സംഘപരിവാർ സംഘടനകൾ. അപ്പോൾ ആ തിരുത്തൽ വരുത്തിയത് ഇവരുടെ ഇഷ്ടപ്രകാരമാണെന്ന് പറയാൻ കഴിയുകയില്ലല്ലോ.
അല്ല, അങ്ങനെയല്ല. സംഘപരിവാർ സംഘടനയിലെ ആൾക്കാരെ ഒരു പരിധിക്കപ്പുറം ആക്രമിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് റെസ്പോൺസ് ഉണ്ടാവില്ലേ? ഞാൻ തന്നെ 2-3 പോയിന്റുകൾ ചൂണ്ടിക്കാട്ടി. ഉദാഹരണം, ഡാം, ഈ ഹിന്ദുത്വവാദി ഡാം തകർത്ത് 2 ജില്ലകളെ ഇല്ലാതാക്കും. അത് കുറച്ച് ഓവറല്ലേ? എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് പോലും വീണ്ടും ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് പോലും ഓവറാണെന്ന് തോന്നും. എന്നാൽ EDയുടെയും NIയുടെയും ദുരുപയോഗം എന്റെ അഭിപ്രായത്തിൽ വളരെ റെലവന്റ് ആണ്. കവിതാ റെഡ്ഡി കേസിലടക്കം സുപ്രീം കോടതി ഓർലി എങ്കിലും റിമാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ NIയുടെ ലോഗോ ഉപയോഗിക്കരുത് പറയുന്നത് നല്ലതാണ്. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു മിഡിൽ ഗ്രൗണ്ടോ ബാലൻസിംഗ് ഗ്രൗണ്ടോ ഇല്ല. എല്ലാവരും എക്സ്ട്രീമിൽ നിന്ന് പൊസിഷൻ എടുത്താൽ, നിലപാടെടുത്താൽ ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. എനിക്ക് തോന്നി അഭിനന്ദിക്കേണ്ട ഒരാൾ ആന്റണി ചേട്ടൻ, അല്ലെങ്കിൽ ശ്രീ ആന്റണി പെരുമ്പാവൂരിന്റെ അത്രയും മനോഹരമായി സംസാരിച്ച ഒരാളെ അടുത്തിടയ്ക്ക് കണ്ടിട്ടില്ല. ആരെയും വേദനിപ്പിച്ചില്ല, എല്ലാരെയും ചേർത്ത് നിർത്തി. വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ ചോദ്യ ശരങ്ങൾ അദ്ദേഹത്തിന് നേർക്ക് ഉതിർത്തു. ആ ശരങ്ങളെ എല്ലാം ചിരിച്ച് മന്ദസ്മിതത്തോടെ നേരിടുകയായിരുന്നു. ശരിയാണ്, നേരിട്ടു. അത് മാത്രമല്ല, അത് ഒന്നിച്ചെടുത്ത തീരുമാനം എന്ന് അദ്ദേഹം അത് പറഞ്ഞു വെക്കുകയും ചെയ്തു. ഒരു വരി കൂടെ ചൂണ്ടിക്കാണിക്കാം. അങ്ങനെയൊന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം അവിടെ ഈ രാഷ്ട്രീയം, ആരുടെ രാഷ്ട്രീയമാണോ അവിടെ പ്രതിഫലിച്ചത്, ആ വ്യക്തി ഇതുവരെ അതിലൊരു തിരുത്തൽ വരുത്താൻ തയ്യാറായിട്ടില്ല. ആ വ്യക്തി പൃഥ്വിരാജ് എന്ന വ്യക്തി ഒരു കാരണവശാലും ഇവർ പറഞ്ഞതിനോട് യോജിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശദീകരണവുമായി വരട്ടെ. പലതവണ ചോദിച്ചു മോഹൻലാൽ സിനിമ കണ്ടോ ഇല്ലയോ എന്ന്. അതിന് ആന്റണി ചേട്ടൻ മറുപടി പറയാത്തതിന്റെ കാരണം, കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിലെയും BJPയിലെ സുഹൃത്തുക്കൾക്ക് കൂടുതൽ വേദനിക്കും. കാര്യം ലാലേട്ടൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ആദ്യമേ ഇത് കട്ട് ചെയ്യാൻ പറഞ്ഞില്ലോ. എന്നാൽ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് പൃഥ്വിരാജിനെ തള്ളി പറയുന്ന പോലെ ആകും. പകരം അദ്ദേഹം ഒരു മിഡിൽ ഗ്രൗണ്ട് എടുത്തു പറഞ്ഞു, ലാലേട്ടൻ എല്ലാ സീനുകളെ കുറിച്ചും അറിയാം, കഥയെക്കുറിച്ചും അറിയാമെന്നൊക്കെ. ഒരുപക്ഷെ ലാലേട്ടൻ പൂർണ്ണമായി കണ്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയത്തിൽ നിൽക്കുന്നവർ നമ്മളോട് പറയുന്നത്. ഓടി ഒരുപക്ഷെ കണ്ടു കാണും, ഇത്രയും ഡീറ്റെയിൽ ആയി കണ്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഒരു പത്രസമ്മേളനത്തിൽ 26-ാം തീയതി ലാലേട്ടൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. കാഷ്വലി പറയുന്നതാണ്, ലാലേട്ടനൊക്കെ എത്ര സിനിമ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതൊരു കുടുംബത്തിനിടയ്ക്ക് നടക്കുന്ന പ്രശ്നമാണ്. ഇവരെല്ലാം തോളി കൈയിട്ട് നടക്കുന്നവരാണ്. ഇവരെ ആരെയും തമ്മിൽ തല്ലിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത്, പകരം സൗഹാർദ്ദത്തോടെ കൊണ്ടുപോവുകയാണ്. ശരി, ശ്രീ ഫക്രുദ്ദീൻ അലി കൂടി ചേരുന്നുണ്ട്. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ ഇടതുപക്ഷത്തിന്റെ വലിയൊരു പിന്തുണ കിട്ടിയിരുന്നു, കോൺഗ്രസിന്റെയും കിട്ടിയിരുന്നു പൃഥ്വിരാജിനും സംഘത്തിനും. ഈ സിനിമയിൽ ഒരു തിരുത്തലും വരുത്തേണ്ട എന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞതാണ് പരസ്യമായിട്ട്. അദ്ദേഹം വന്ന് സിനിമ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ 24 വെട്ടുകൾ ഒഴിവാക്കുവാൻ സാധിക്കാതെ വന്നത്? സെൻസർ ബോർഡിന്റെ ക്ലിയറൻസ് കിട്ടിയ പടമാണ്. ആർക്കും ഒരു പരാതിയും ഒഫീഷ്യലായിട്ടുണ്ടായിരുന്നില്ല ഈ പ്രതിഷേധങ്ങളല്ലാതെ. അതും ഒരു അക്രമ സമരത്തിലേക്കൊന്നും നീങ്ങിയില്ല. പക്ഷേ ഈ ഓൺലൈൻ വഴിയുള്ള ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു, ഓൺലൈൻ വഴിയുള്ള പ്രതിഷേധം, അത്തരം കാര്യങ്ങൾ മാത്രം വന്നപ്പോഴും എന്തുകൊണ്ടാണ് ഈ കട്ടുകൾ ഒഴിവാക്കാൻ കഴിയാതെ വന്നത്? അപ്പോൾ ഒരു രാഷ്ട്രീയം അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. ആ രാഷ്ട്രീയത്തോട് അതിനോടൊപ്പമുള്ളവർക്ക് യോജിക്കാൻ കഴിയാവുന്നതായിരുന്നില്ല. അതുകൊണ്ട് ഈ തിരുത്തലുകൾ വേണ്ടി വന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇതിൽ ഇടതുപക്ഷവും കോൺഗ്രസ്സുകാരും ഒക്കെ പിന്നെ ഈ പറയുന്നതിനായി സപ്പോർട്ട് ചെയ്തതെന്ന് ഞാനതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. കാരണം ഇവരൊക്കെ തരാതരം പോലെ ഇവർക്കെതിരായിട്ട് വന്ന സിനിമകളെ അതിനിശിതമായിട്ട് വിമർശിച്ചവരും ഇപ്പം പറയുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും നിഷേധിച്ചിട്ടില്ല, അത് ഇതില്ലെന്ന് ഇതിൽ. പക്ഷെ നമുക്കറിയാം പല സിനിമകളും വേണ്ട വിധം കളിക്കാതെ പോയതും ബുദ്ധിമുട്ടിയതും മുരളി ഗോപിയുടെ സിനിമ ഉൾപ്പെടെയുള്ള സിനിമകൾ, എമർജൻസി ഉൾപ്പെടെയുള്ള സിനിമ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അവർക്കൊന്നും ഇതിൽ പറയുന്നത് അവർ വേറെ ഒരു രാഷ്ട്രീയം കളിക്കുന്നു എന്നല്ലാതെ അവരൊന്നും ഈ പറയുന്നത് ഞാൻ ഒരു വിലയും കൊടുക്കുന്നില്ല. അത് വേറെ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ വേറൊരു നിങ്ങൾ ചോദിച്ചതിനുള്ള ഒരു ഉത്തരം ഇതാണ്. അത് ബേസിക്കലി ഇതൊരു ബിസിനസ്സാണ്, വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള വലിയൊരു ബിസിനസ്സാണ്. ഇതിലിപ്പോൾ ലാൽ സാറിനാണെങ്കിലും പൃഥ്വിക്കാണെങ്കിലും മുരളി ഗോപിക്കാണെങ്കിലും അവർക്കൊന്നും ഈ കഥ അറിയില്ല, ഇതിനെ മൊത്തം കാര്യങ്ങൾ അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് അറിയേണ്ടതാണ്. കാരണം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആയിട്ടൊരു കഥ വരുമ്പോൾ ഈ സിനിമയുടെ മൊത്തം ഈ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ മൊത്തം ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ സിനിമയിൽ ഗുജറാത്ത് കലാപത്തിന്റെ ഗുജറാത്ത് കലാപം സിനിമയെ പറയുന്നില്ല, ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു കലാപത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ക്യാരക്ടർ, അപ്പോൾ മോഹൻലാലും പൃഥ്വിരാജും പിന്നെ കോമ്പിനേഷൻ സീനുണ്ട്, അതിൽ ഈ സാധനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അന്വേഷിക്കുകയോ എന്താണെന്ന് ഒരു മോഹൻലാൽ മനസ്സിലാക്കിയെടുത്ത് അദ്ദേഹം ക്യാരക്ടർ നന്നായി പഠിച്ചിട്ട് ഇന്റേണലൈസ് ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരാളാണ്. ഇതിൽ ഗോപാലേട്ടൻ മാത്രമാണ് എനിക്ക് തോന്നുന്നത് അറിയാതെ എന്ന് ആടിപ്പോയത്. ഒരുപക്ഷെ ആന്റണിക്കും ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഗോപാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അവസാനം ലാലേട്ടൻ വിളിച്ച് പറഞ്ഞു, ഗോപാലേട്ടൻ അങ്ങനെ ഒരു കാര്യമുണ്ട്, നമ്മളെ പടം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഗോപാലേട്ടൻ ഇപ്പോൾ എൻ്റെ കാശുണ്ട്, ഗോപാലേട്ടൻ പിന്നെ ലാലേട്ടൻ ലാൽസാർ എന്നെ അവൾ വിളിക്കുന്നത്, ഫക്രുദ്ദീനെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അത് മോഹൻലാലല്ലേ നമ്മളെ വിളിച്ച് പറയുന്നത്, നമ്മൾ സഹായിക്കും. അതുപോലെ ഗോപാലേട്ടൻ കൊണ്ട് അതിൽ തലവെച്ച് കൊടുത്തത് അത് ഗോപാലേട്ടൻ കുറച്ച് തലവേദനയായിട്ടുണ്ടാവും. കാരണം വെച്ചാൽ ഗോപാലേട്ടൻ ബേസിക്കലി ബിസിനസ്സുകാരാണ്. ബിസിനസ്സുകാർ ഒരിക്കലും ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് കലഹിക്കാൻ നിൽക്കുന്നത് അത് ബുദ്ധിമുട്ടാണ്. അത് വളരെ അപൂർവമായിട്ടാണ് ബിസിനസ്സുകാർ ആ രീതിയിൽ എസ്പെഷ്യലി ഫിനാൻഷ്യൽ മേഖലയിലുള്ള ആളുകൾ കലഹിക്കുള്ളൂ. അത് ഗോപാലേട്ടൻ വെറുതെ എന്ന ഗോപാലേട്ടനെ പിടിച്ച് പണി മേടിച്ച് കൊടുത്ത പോലെ ആയിപ്പോയി ഈ സംഭവങ്ങളെല്ലാം. അതർവൈസ്
എനിക്ക് തോന്നുന്നില്ല ഇവരൊന്നും അറിയാതെ വന്ന് പെട്ടതാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത്രയും വലിയൊരു റിയാക്ഷൻ, കാരണം ഇതൊക്കെ മലയാളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. ഞാൻ പറഞ്ഞ ഈ ഗുജറാത്ത് കലാപം നടന്ന ഉടനെ തന്നെ പൃഥ്വിരാജിൻ്റെ സിനിമ ഉണ്ടായിരുന്നു, ദൈവനാമത്തിൽ നടന്ന സിനിമ. അതിൽ ഈ പറഞ്ഞ ഒരു തീവണ്ടിയുണ്ട്, കർഷകരായിട്ടുള്ള സന്യാസിമാരുണ്ട്, അവരുടെ ഷൂലങ്ങനെ പൃഥ്വിരാജിൻ്റെ മുഖത്ത് കുത്തിപ്പോകുന്നുണ്ട്. പിന്നെ ഇവരും തീവ്രവാദിയായി മാറുന്ന പ്രത്യേക കാരണമൊന്നുമില്ലെങ്കിൽ ആപ്പാടെ പറയുന്ന ഒരു കാരണം ആ സിനിമയിൽ അതാണ്. അതേപോലെ തന്നെ ഡോക്ടർ ബിജുവിൻ്റെ ഒരു സിനിമയിൽ ഒരു കല്യാണം ആണ് അതിൻ്റെ ഫസ്റ്റ് മറ്റോ, അതിൽ ഇങ്ങനെ ഗുജറാത്തിലൊരു ട്രെയിനിൻ്റെ ശബ്ദത്തിൽ പിന്നെ സിനിമ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ ദിലീപിൻ്റെ ഒരു സിനിമ കഥാവിശേഷം ടി വി ചന്ദ്രനെ, അതൊക്കെ മെയിൻ സ്ട്രീം സിനിമ അല്ല. അതിൽ ദിലീപ് ആത്മഹത്യ ചെയ്യുന്നത് ഗുജറാത്ത് കലാപം കൊണ്ടാണ്. ഇയാളെ വീട്ടിൽ പാലുണ്ട കൊടുത്തൊരു പങ്കുവച്ച് ഭീകരമായിട്ട് റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ആ ഫോട്ടോ കണ്ടിട്ട് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാണ്. എന്നിട്ട് ആ മനുഷ്യൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് സിനിമ മൊത്തം. ഇതൊക്കെ മുമ്പ് ഇവിടെ വന്നിട്ട് അതൊന്നും വലിയ വിഷയമില്ലാതെ പോയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ പല രീതിയിലുള്ള ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും ഇവൻ പെന്തക്കോസ്തുകാരെ എല്ലാം തന്നെ ഭീകരമായിട്ട് വിമർശിക്കുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. അതൊന്നും അങ്ങനൊന്നും വലിയ വിഷയമായില്ല. അതുകൊണ്ട് മുൻകാല സിനിമകളുടെ രാഷ്ട്രീയം കൂടി ചർച്ചയായതുകൊണ്ട് അതിന്മേൽ പിടിച്ചുകൊണ്ടാണല്ലോ RSS തുടർച്ചയായിട്ട് ഈ സിനിമയെ വിമർശിച്ചുകൊണ്ടിരുന്നതും ഓർഗനൈസറിൽ ലേഖനം വന്നുകൊണ്ടിരിക്കുന്നതും. അതിൽ പൃഥ്വിരാജിന്റെ ഈ ലക്ഷദ്വീപ് സംഭവ സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാട് കൂടി ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ CAA സമര സമയത്തുള്ള പൃഥ്വിരാജിൻ്റെ ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ഉള്ള നിലപാട്, അങ്ങനെ സെലക്റ്റീവായിട്ട് അദ്ദേഹം പെരുമാറുന്നു എന്ന രീതിയിലാണ് RSS ഇതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പൃഥ്വിരാജ് എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അത് ഈ സിനിമയിൽ കടന്നു വന്നു എന്നുള്ളതാണല്ലോ ഇതിൽ വിമർശന വിധേയമായി വന്നത്. അതുകൊണ്ട് തന്നെ ഇത് തിരുത്തപ്പെടുമ്പോഴും അത് പൃഥ്വിരാജിൻ്റെ ഇഷ്ടപ്രകാരം തിരുത്തപ്പെട്ടതല്ല, മറിച്ച് മോഹൻലാലിൻ്റെയും ഈ പറയുന്ന ഗോകുലം ഗോപാലിൻ്റെയും ഒക്കെ താല്പര്യം അതിനകത്തുള്ളത് കൊണ്ട് തിരുത്തപ്പെട്ടു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതും അതുകൊണ്ടാണ്. അത് ശരിയുമായിരിക്കുമല്ലോ. ഇതിൻ്റെ ഒരു കാര്യം, പൃഥ്വിരാജിൻ്റെ പൊളിറ്റിക്സ് അതിൻ്റെ ഉപരിയായിട്ട് മുരളി ഗോപിയുടെ പൊളിറ്റിക്സ് ആണ് വരിക. കാരണം മുരളിയാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തത്. മുരളി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അദ്ദേഹം വളരെ ഫാക്ച്വലായിട്ട് അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് സ്ട്രോങ് നിലപാടുകളുള്ള ആളാണ്. പലപ്പോഴും അദ്ദേഹം തുറന്നു പറയാതെ അദ്ദേഹത്തിൻ്റെ സൗഹൃദ വേദികളിലാണ്. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞാൻ മുമ്പ് പാർട്ട് ടൈം ജേർണലിസം ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരിക്കൽ മുരളി ഗോപിനെ ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ പിന്നെ പാർട്ട് ടൈം ജേർണലിസം പരിപാടി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കാൻ തന്നെ കാരണം ഇൻ്റർവ്യൂ ആണ്. കാരണം ഞാൻ മുരളി ഗോപിയായിട്ട് ചർച്ച ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് തോന്നുന്നൊരു സിനിമ ഉണ്ടായിരുന്നു, അതിൽ RSSന് ഒരുപക്ഷെ മലയാള സിനിമയിൽ പോസിറ്റീവായിട്ട് RSSന് കാണിക്കുന്ന ഒരു സിനിമ അതാണ്. മുരളി ഗോപിയുടെ അടുത്ത സുഹൃത്താണ് ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ മുരളി ഗോപിനോട് ചോദിച്ചു, ഈ പറയുന്ന RSSനെ കാണിക്കുന്നത് ഒരു കൃത്യമായ ഒരു എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ ഒരു മുരളി ഗോപിനൊക്കെ അന്ന് നമ്മളൊരു RSS തന്നെയായിട്ടാണ് കണ്ടിരുന്നത്. അവൻ അച്ഛനൊരു സംഘത്തിൻ്റെ ചായ ഉള്ളതുകൊണ്ട്. അപ്പോൾ മുരളി ഗോപി നമ്മൾ തിരുവനന്തപുരത്ത് ഈ പറയുന്ന ആ ഏരിയ ഉണ്ടല്ലോ, നമ്മൾ ഫോർട്ട് ഏരിയ കൂടെ പോകുമ്പം ഇങ്ങനെ RSSന്റെ ശാഖകൾ കാണാൻ പറ്റും അവിടെ നമുക്ക്. അത് പിന്നെ തിരുവനന്തപുരത്തെ പറ്റിയ കഥ സ്വാഭാവികമായിട്ട് അത് കടന്നു, കണ്ണൂരിനെ പറ്റി പറയുമ്പോൾ അരിവാൾ ചുറ്റി കടന്നു വരുന്നപോലെ കടന്നു വരും എന്നുള്ളത്. അപ്പോൾ RSS ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്ന് അന്ന് ആളുകൾ പറയാൻ മേടിച്ച സമയത്ത് അത് എന്നോട് പറയും. ഞാനത് എഴുതി, ഞാനതിന് ശേഷം പ്രിൻ്റ് എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. അത് അദ്ദേഹം ഓക്കെ. പക്ഷെ അന്ന് ടൈറ്റിൽ ഇതായിരുന്നില്ല കൊടുത്തത്, ടൈറ്റിൽ വേഗം ടൈറ്റിൽ ഞാൻ കൂടെ അദ്ദേഹം ഓക്കെ, ഞാനും ഓക്കെ. പക്ഷേ ഫൈനലി അടിച്ചു വന്ന സമയത്ത് ക്യാച്ചി ആയിട്ട് നിങ്ങളെ ജേർണലിസം സെൻസേഷൻ ആണെന്ന് എനിക്ക് എന്നാ മനസ്സിലായി. ക്യാച്ചി ആയിട്ട് RSS ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് എന്ന രീതിയിൽ അടിച്ചു വന്നു. അത് മുരളി ഗോപി അങ്ങനെ ടൈറ്റിൽ വരണമെന്ന് ആഗ്രഹിച്ചില്ല, പക്ഷേ അദ്ദേഹം കണ്ടന്റിൽ അത് പറയുകയുണ്ടായി. അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഞാൻ വേറെ പല കാര്യങ്ങൾ ഇന്റർനാഷണൽ വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിശക്തവും വസ്തുനിഷ്ഠവും അദ്ദേഹത്തിൻ്റെതായ കൺവിക്ഷനുള്ള നിലപാടുകളും ഉള്ള ഒരാളാണ്. ആ പൊളിറ്റിക്സ് അതിൽ കടന്നു വരികയും അത് സ്വാഭാവികം പൃഥ്വിരാജ് ഇത്തരം പൊളിറ്റിക്സ് കേട്ടാൽ മനസ്സിലാവുന്ന ആളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുമാണ്. അത് പൃഥ്വിരാജ് കൂടി ഒരു അതിനുള്ള നോഡ് കൊടുക്കുക ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തായിരിക്കും എനിക്ക് തോന്നുന്നു. ശരി, ശ്രീ CK ഷാക്കിർ, ഇവിടെ ഈ സിനിമയിൽ ഇത്രയും മാറ്റങ്ങൾ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് മാറ്റങ്ങളാണ്, 2 മിനിറ്റ് 8 സെക്കൻഡിൻ്റെ മാറ്റങ്ങളെ വരുത്തിയിട്ടുള്ളൂ. പക്ഷേ ഇത് മാറ്റങ്ങൾ വരുത്താൻ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? ഇത് വലിയൊരു പിന്തുണ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെതാണെങ്കിലും കോൺഗ്രസിൻ്റെതാണെങ്കിലും ലീഗിൻ്റെതാണെങ്കിലും ഒക്കെ ഒരു പിന്തുണ ഈ സിനിമയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല, അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? അല്ല, ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യത്തോട് നമ്മൾ യാഥാർത്ഥ്യബോധത്തോടെ പറയുമ്പോൾ പറയേണ്ടി വരുന്നത്. കാരണം ഇതിനു മുമ്പും പല സിനിമകൾ ഇന്ത്യയിൽ ചർച്ചകളായതുണ്ട്. പ്രത്യേകിച്ചും അടുത്ത കാലത്ത് തന്നെ 7ഓളം സിനിമകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘപരിവാറിന്റെ അജണ്ടയാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളക്കരയിൽ തന്നെ ഏറെ ചർച്ചയായിട്ടുള്ള കേരള സ്റ്റോറി, അതും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പച്ച നുണ പ്രചരിപ്പിച്ച് ദൃശ്യാവിഷ്കാരമാക്കി സിനിമയാക്കി വന്നപ്പോൾ അതിന് 32,000 ആളുകളെ സിറിയയിലേക്ക് കൊണ്ടുപോയി എന്ന് കള്ളക്കഥ ഉണ്ടാക്കിയപ്പോൾ
അതിന് ഒന്നുപോലും തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടും അതിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടത്, കൈകാര്യം ചെയ്തതിന്റെ ആളുകൾ നോക്കി കണ്ടതെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിത് കട്ട് ചെയ്യാൻ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള തീരുമാനത്തെ അത് ശരിയായില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും പക്ഷേ ഇതിന്റെ ഈ കാരണം എന്തുകൊണ്ടാണ് ഈ പിന്തുണ ഉണ്ടായിട്ടും ഈ അണിയറ പ്രവർത്തകർക്ക് ആ പിന്തുണ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കാരണം. എല്ലാവരും തരാതരം പോലെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുകയും അതേ സമയത്ത് തന്നെ സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ മറിച്ച് തങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പരാമർശം സിനിമയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുദാഹരണമായിട്ട് എത്രയോ സിനിമകൾ വരുന്നു. നിങ്ങളുടെ രാഷ്ട്രീയത്തിന് യോജിച്ചില്ല എങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കും. അതുകൊണ്ട് ഈ പിന്തുണ എന്ന് പറയുന്ന ഒരു താൽക്കാലികമാണെന്ന് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഈ പിന്തുണ കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് അവർ അതിൽ മാറ്റം വരുത്തിയത്. അങ്ങനെയും പറയാമല്ലോ. അല്ല മഞ്ജുഷേ, അങ്ങനെയല്ല. അതായത് ഇപ്പൊ ഈ സിനിമയിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ആളുകൾ സംശയിച്ചാൽ അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ബജരംഗിയെ പോലെയുള്ള 73 ആളുകളെ കൊലപ്പെടുത്തിയ ഒരു മനുഷ്യൻ ഞാൻ 73 പേരെ കൊന്നു എന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളയാള് ഇപ്പോഴും രാജ്യത്ത് എന്താ പറയാ ജീവിച്ചിരിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ ഒരു 10 ആളെ കൊന്ന ആളുകൾ പോലും വധശിക്ഷയ്ക്ക് വിധേയമായിട്ടുണ്ടാവും. ഇത് ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടത്തിയിട്ടുള്ള ഒരു വംശഹത്യ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നായിട്ടുള്ള ഒരു സംഭവത്തെ ഇങ്ങനെ അല്പമെങ്കിലും സത്യസന്ധമായി ഒരു സിനിമയായി കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഇവരെത്ര ഇനി 2 മിനിറ്റ് അല്ല 10 മിനിറ്റ് നീക്കം ചെയ്താൽ പോലും ഇതിന്റെ യഥാർത്ഥ പ്രമേയം അതിൽ നിലനിൽക്കും, അതിൽ സംശയമില്ല. അപ്പൊ അതിന്റെ അണിയറ പ്രവർത്തകരെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതൊരു കൊമേഴ്സ്യൽ സിനിമയാണ്. ആ അർത്ഥത്തിൽ വലിയ വിജയം നേടിയിട്ടുണ്ട്. ഇതിന്റെ ചില സംഗതികൾ നമുക്ക് സംശയം വരും. ദുരുദ്ദേശമുണ്ടോ, ഇത് 2 ടീമായി സിനിമയുടെ അണിയറ പ്രവർത്തകർ മാറി നിൽക്കുന്നതിൽ ഇതിൽ കച്ചവട താല്പര്യമുണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയിക്കാം. ചരിത്രത്തെ സത്യമായി പറഞ്ഞു. ഈ ഗുജറാത്തിലെ നരോത്ത പാട്യ കൂട്ടക്കൊലയും അതുപോലെ തന്നെ സബർമതി എക്സ്പ്രസിൽ ഉണ്ടായിട്ടുള്ള തീവപ്പും ഒക്കെ യഥാർത്ഥത്തിൽ ഒരേ ആളുകളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ഗൂഢാലോചനയിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ ആ കാര്യങ്ങൾ അല്ല അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഈ തിരുത്തൽ വേണ്ടിയിരുന്നില്ലല്ലോ ശ്രീ ഷാക്കിർ. അവിടെ ആരും സെൻസർ ബോർഡ് പറഞ്ഞില്ല, തിരുത്തൽ സെൻസർ ബോർഡ് പറഞ്ഞില്ല. ഏതാനും ആളുകൾ ഈ കുറെ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്ന് കണ്ടുകൊണ്ട് ഈ തിരുത്തൽ വേണ്ടായിരുന്നുവല്ലോ. ഇവിടെ ആരും സിനിമയ്ക്കെതിരെ അക്രമം അഴിച്ചുവിട്ടില്ല, ആരും തിയേറ്ററുകൾക്ക് കല്ലെറിഞ്ഞിട്ടില്ല. അല്ല, അത് RSSനെ അനുകൂലിക്കുന്ന സെൻസർ ബോർഡ് അംഗങ്ങൾ മൗനം പാലിച്ചു എന്നൊക്കെ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ BJP-ക്കാർക്കിടയിൽ നിന്ന് പുറത്തു വന്നത് കണ്ടല്ലോ. ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇവരെന്ത് എത്ര മിനിറ്റ് നീക്കം ചെയ്താലും പറയാനുള്ളത് സത്യസന്ധമായി ഒരു സിനിമയാണെങ്കിൽ പോലും ഇവർ ലോകത്തോട് പറഞ്ഞു. ഒരു ഹോളിവുഡ് സിനിമയുടെ നിലവാരത്തിൽ കേരളത്തിൽ ഒരു സിനിമ രൂപപ്പെട്ടു. ആ സിനിമയുടെ പ്രമേയം എന്നുള്ളത് ഈ വർത്തമാന കാലഘട്ടത്തിൽ BJP-ക്ക് കനത്ത തിരിച്ചടിയായിട്ടുള്ള സംഗതിയാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മൾ ഇത്രമാത്രം ഭീരുക്കളാണ് RSSകാർ എന്ന് തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ്. ഈ കഴിഞ്ഞ 4-5 ദിവസം എന്തൊരു കൂട്ടക്കരച്ചിലായിരുന്നു ഈ RSSകാർക്ക്. ആ കൂട്ട നിലവിളിയുടെ ഫലമായി മോഹൻലാലിനെ പോലെയുള്ള ആളുകൾ ഭീരുക്കളായി ഈ ഇത്തരം രംഗങ്ങൾ മുറിച്ചു കളയാൻ തീരുമാനിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് മല്ലിക സുകുമാരനെ പോലെയുള്ള ആളുകൾ പിന്തുണ കൊടുക്കാൻ ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ വന്നില്ല എന്നുള്ള ഖേദകരമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ പറയാനുള്ളത് ഇവരെ ഇനി നീക്കം ചെയ്താലും നീക്കം ചെയ്തിട്ടില്ലെങ്കിലും ഇതൊരു കമേഴ്ഷ്യൽ സിനിമയാണെന്ന് നമ്മൾ വിലയിരുത്തിയാൽ പോലും ചരിത്രത്തെ ചെറിയ രീതിയിലെങ്കിലും സത്യസന്ധമായി അവതരിപ്പിക്കാൻ ധീരത കാണിച്ച ഇതിന്റെ അണിയറ പ്രവർത്തകരെ, പ്രത്യേകിച്ച് പൃഥ്വിരാജിനെ പോലെയുള്ള ആളുകളെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ബജരംഗി എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യൻ ഈ രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ശ്രീ ജോസ് തോമസ്, ഇന്ന് സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമാണ്, ഈ വിവാദം എന്നൊക്കെ പറയുന്ന ഒരു ബിസിനസ് തന്ത്രം മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ബിസിനസ് ട്രിക്ക് ആണോ ഇത്? മനുഷ്യൻ, ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ചാനലിലെ ചർച്ചയിൽ ഞാനാണ് ആദ്യം പറഞ്ഞു തോന്നുന്നു, ഇത് ഏറ്റവും വലിയ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇവർ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ആള് ഞാനാണ്. എന്നാൽ ഇന്നെനിക്ക് വിഭിന്നങ്ങളായ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ നമ്മുടെ മുരളി ഗോപി ഇതുവരെ ഒരക്ഷരം സംസാരിച്ചിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്തായ ഞങ്ങളുടെ ഫെഫ്കയുടെ ഒരു പ്രതിനിധി അദ്ദേഹത്തെ വിളിച്ചു. മുരളിയെ വിളിച്ചപ്പോൾ മുരളി പറഞ്ഞതെന്നറിയാം, ഞാൻ എഴുതിയ തീവ്രത അത് സിനിമയാക്കിയപ്പോൾ വന്നില്ല എന്നാണ് എന്റെ വിശ്വാസം എന്നാണ് മുരളി പറഞ്ഞത്. അപ്പോൾ മുരളി അറിയാതെ എഴുതിയൊന്നുമല്ല, മുരളി ഗോപി അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സിനിമയ്ക്ക് അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തത്. എന്നാൽ പിന്നീട് ഇവിടെ RSSകാര് പ്രശ്നം ഉണ്ടാക്കി, ഒരുപാട് ചർച്ചകളായി. എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് തിരിച്ചു വിളിക്കാതെ തന്നെ അതിന്റെ നിർമ്മാതാക്കളും
വിതരണക്കാരും എല്ലാവരും ചേർന്ന് അത് കട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചത് അതിന്റെ പിന്നിൽ എന്തായാലും രാഷ്ട്രീയമുണ്ട്. കാരണം ഗോകുലം ഗോപാൽ എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ആളാണ്, വലിയൊരു ബിസിനസ്മാനാണ്. ഒരു ഇ ഡി റെയ്ഡൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് തന്നെ ആന്റണിക്കും ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. ആ ഭയം കൊണ്ടാണ് ആന്റണിയും ഗോകുലം ഗോപാലനും പൃഥ്വിരാജിനെ വിളിച്ച് നിങ്ങളിത് ചെയ്ത് തരണം എന്ന് റിക്വസ്റ്റ് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ ഇന്ന് അറിഞ്ഞത്. കാരണം പൃഥ്വിരാജിനും അത് കട്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ബിസിനസ് തന്ത്രത്തോടൊപ്പം ഈ ഒരു ഭയം കൂടി ആ കച്ചവടക്കാരുടെ, ആ ബിസിനസ്സുകാരുടെ ഉള്ളിൽ വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ 2 മിനിറ്റ് 7 സെക്കൻഡ് കട്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ കഥയിലെ എല്ലാ കാര്യങ്ങളും നീങ്ങിപ്പോകുന്നാണോ മഞ്ജുഷ് വിചാരിക്കുന്നത്? അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ജനങ്ങൾ വിചാരിക്കുന്നത്? ഇല്ല, ഒരിക്കലും മാറില്ല. പ്രമേയത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പ്രമേയത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ചില പേരുകൾ മ്യൂട്ട് ചെയ്ത് കാണും, അല്ലെങ്കിൽ പേരുകൾ മാറ്റി കാണും എന്നല്ലാതെ ആ പ്രമേയം അതുപോലെ തന്നെ ഉണ്ടാവും. എന്നാൽ ഇത് ഞങ്ങൾ കട്ട് ചെയ്തു, നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ആവലാതി പരിഗണിച്ചോ ഞങ്ങൾ ഇത് കട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. എവിടുന്ന്? ഈ ഒരു പ്രഷർ ഉണ്ടല്ലോ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി പ്രഷർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതിന് നിന്നു കൊടുക്കേണ്ടി വരും ബിസിനസ്സുകാരാകുമ്പോൾ. എന്നാൽ മുരളീധരൻ ഗോപിയെ പോലെ ഒരു തിരക്കഥാകൃത്തിന്, ഒരു കലാകാരനൊന്നും ഭയപ്പെടേണ്ടതില്ല. അദ്ദേഹം ഇവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടില്ല. മോഹൻലാലിന്റെയോ അല്ലെങ്കിൽ പൃഥ്വിരാജോ ഷെയർ ചെയ്തു. മുരളി ഗോപി അതിന് ചെറുപേരിൽ ഇറക്കിയിട്ടില്ല. അതിന്റെ അർത്ഥം കരുത്തനായ ഒരു റൈറ്ററാണ് മുരളി ഗോപി എന്ന് തന്നെയാണ്. ഞാൻ ഈ പറയുന്നത് ഏത് രാഷ്ട്രീയക്കാർ മുറവിളി കൂട്ടിയാലും അവർ കട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. 2 മിനിറ്റ് 7 സെക്കൻഡ് കട്ട് ചെയ്തുകൊണ്ട് അതിനകത്തുനിന്ന് എല്ലാം പോകുന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് RSSO BJP-ക്കാരോ പറയുന്നു അവർ ഭയപ്പെട്ടു പോയി. അതിന്റെ സംവിധായകരും നിർമ്മാതാക്കളും ഭയപ്പെട്ടിരിക്കുന്നു. അവരതുകൊണ്ട് കട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നവർ. എന്നാൽ അല്ല, അവർ ആനന്ദിക്കുന്ന മറ്റൊരു കാര്യം കൂടി വെച്ചുകൊണ്ടാണ് ഇവിടെ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം തുറന്നു കാട്ടാൻ കഴിഞ്ഞു, അത് ചർച്ചയാക്കാൻ കഴിഞ്ഞു എന്നതാണ് അവരുടെ ആനന്ദത്തിന് കാരണം. അതല്ലാതെ ഈ കട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രമേയം നീങ്ങുമെന്നുള്ള വിശ്വാസമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ഇവിടെ ഞാൻ പല ചർച്ചകളും കണ്ടു. പൃഥ്വിരാജ് സുഡാപ്പിയാണ്, അല്ലെങ്കിൽ തീവ്രവാദ ബന്ധമുള്ള ആളാണ്, അവരുടെ പണം മേടിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ എറണാകുളത്തെ ഫ്ലാറ്റ് ഏതോ ഒരു വലിയ ഭീകരനെ വാടകയ്ക്ക് കൊടുത്തിരുന്നൊക്കെ പറഞ്ഞാൽ ചില വീഡിയോസ് ഒക്കെ ഉണ്ട്. ഞാൻ പൃഥ്വിരാജിനെ അങ്ങനെ വിചാരിക്കുന്നില്ല. പൃഥ്വിരാജ് കരുത്തുള്ള, അല്ല ചങ്കൂറ്റമുള്ള ഒരു നടനാണ്, ഒരു സംവിധായകനാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ നോക്കിയാൽ തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ആ കരുത്ത്, അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്കുള്ള അയാളുടെ കഴിവ്. ആ കഴിവ് ഉപയോഗിച്ച് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് അയാള് ചെയ്യുന്നു. ഇത് മോഹൻലാലിനോ ആന്റണി പെരുമ്പാവൂരിനോ അറിയാതെയാണോ ഈ സിനിമ ചിത്രീകരിച്ചത്? അവർ ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ലെന്നാണ് ഇവിടെ പലരും പല സ്ഥലത്തും പറയുന്നു. മോഹൻലാലിനോട് പറഞ്ഞ സ്ക്രിപ്റ്റ് അല്ല ചെയ്തിരിക്കുന്നത്. മണ്ടത്തരമല്ലേ പറയുന്നത്? അതുപോലെ തന്നെ മുരളി ഗോപി എഴുതിയ സ്ക്രിപ്റ്റ് അല്ല, അതിൽ തിരുത്തൽ വരുത്തി എന്നും തുടക്കത്തിൽ കുറെ ആക്ഷേപമുണ്ടായിരുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇതിനേക്കാൾ തീവ്രമായിട്ടാണ് അദ്ദേഹം എഴുതിയിരുന്നത്. സംഘപരിവാർ വിരുദ്ധത അവിടെ കടന്നു വന്നിരുന്നു, അല്ലേ? മുരളി ഗോപി പറഞ്ഞത് തിരുത്തിയെന്നല്ല, ഞാൻ ഉദ്ദേശിച്ച തീവ്രത വന്നില്ലെന്നാണ്. അപ്പോ എങ്ങനെയാണ് നമ്മൾ പൃഥ്വിരാജിനെ കുറ്റം പറയുക? ആ തീവ്രത അതേപടി ചിത്രീകരിക്കുന്നത് അയാൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അത്രയും തീവ്രത കലർത്തിയാൽ അത് ചിലപ്പോൾ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കുമെന്ന് കരുതിയിട്ട് തന്നെ ആയിരിക്കില്ലേ അദ്ദേഹത്തിന് ഈ തീവ്രവാദ ബന്ധം, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ ഇങ്ങനെ പരിഹസിക്കുന്നതോ അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നത്? അത് ഈ സമൂഹത്തിൽ അത് പാടില്ല. അദ്ദേഹം സിനിമയെ മാത്രം മനസ്സിലേക്ക് നടക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ അപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ അണിയറ പ്രവർത്തകർ നൽകുന്ന ഓരോ വിശദീകരണത്തിലും പൃഥ്വിരാജ് തന്റെ നിലപാട് വ്യക്തമാക്കാത്തിടത്തോളം കാലം പൃഥ്വിരാജിനെ തന്നെയാണ് പ്രതിക്കൂട്ടിലാക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ. കാരണം ഈ കാര്യങ്ങൾ ഇപ്പോൾ മോഹൻലാൽ ഖേദപ്രകടനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നിലപാടായിരുന്നു അത്. അതല്ലാതെ ഒരു പൃഥ്വിരാജ് അതിന് സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ ഇല്ല. അണിയറ പ്രവർത്തകർ എന്ന് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇന്ന് ആന്റണി പെരുമ്പാവൂർ പറയുമ്പോഴും കൂട്ടായി എടുത്ത തീരുമാനം എന്നേ പറയുന്നുള്ളൂ. അവിടെയും പൃഥ്വിരാജിന്റെ കാര്യം അവിടെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. മറ്റൊരു കാര്യം, മല്ലിക സുകുമാരൻ വിശദീകരണം നൽകിയപ്പോഴും അവർ പറയുന്നത് പൃഥ്വിരാജിന് താല്പര്യമില്ലായിരുന്നു ഇങ്ങനെ തിരുത്തൽ വരുത്താൻ എന്ന രീതിയിലല്ലേ? അതെ മഞ്ജുഷ, ഞാൻ പറയുന്നത് പൃഥ്വിരാജ് ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണ ബോധ്യത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹം ഭീകരവാദിയായോണ്ടോ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടോ അല്ലല്ലോ. ആ ഒരു കൊമേഴ്സ്യൽ സിനിമ എന്ന ആ ഒരു ആസ്പെക്റ്റിലാണ് പൃഥ്വിരാജ് ഇത് കണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുകയാണ് എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിയും. അതല്ലാതെ ഇവിടെ RSSനെ മനഃപൂർവ്വം അവഹേളിച്ച് കളയാം എന്നൊരു ധാരണ പൃഥ്വിരാജിന് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനേ കഴിയില്ല. ആ സിനിമയുമായി ബന്ധപ്പെട്ട
ഒരുപാട് പേരുമായി സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോ ആന്റണി പെരുമ്പാവൂരിനും ഗോകുലം ഗോപാലനും അത് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത് ഞാൻ ഈ നേരത്തെ പറഞ്ഞൊരു ഭയം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാതെ RSSനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല, ഭയം കൊണ്ട് തന്നെയാണ്. ശരി, ശ്രീജിത്ത് പണിക്കർ അതിനുള്ള മറുപടി. RSSനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല, ആ ഭയം കൊണ്ടുണ്ടായതാണ് ഇതെന്ന്. അതുപോലെ തന്നെ തീവ്രത ഇത് പോരായിരുന്നു എന്നാണ് മുരളി ഗോപിയുടെ നിലപാടെന്നാണ്. മുരളി ഗോപി പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ജോസ് തോമസിന് സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാവുന്നയാളാണല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. മുരളി ഗോപിയെ നേരത്തെ ആക്ഷേപിച്ചിരുന്നു. അദ്ദേഹം ഈ സൈലന്റ് ആയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിൽ തിരുത്തൽ വരുത്തി അത് സംഘ് പരിവാർ വിരുദ്ധമാക്കി മാറ്റി എന്നാണല്ലോ. പക്ഷേ ഇതിനേക്കാൾ തീവ്രമായിട്ട് സംഘ് വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു എന്നാണ് ഇവിടെ ജോസ് തോമസ് പറയുന്നത്. അല്ല, നോക്കൂ, ശ്രീ ജോസ് തോമസ് പറയുന്നത് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവുമായിരിക്കാം. സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളാണ് അദ്ദേഹം എന്നതുകൊണ്ട് ഈ എമ്പുരാൻ എന്ന സിനിമയെപ്പറ്റി ഏത് സാഹചര്യത്തിലാണ് ഈ എഡിറ്റുകൾ വരുത്തിയത് എന്നതിനെ പറ്റിയുള്ള ആധികാരികമായിട്ടുള്ള അഭിപ്രായമായിട്ട് അതിനെ പരിഗണിക്കാൻ കഴിയില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. സിനിമാ മേഖലയിലുള്ള ഒരാളാണ് എന്ന നിലയിൽ അതിനെ നമ്മൾ ബഹുമാനത്തോടു കൂടി തന്നെ കാണുന്നു. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ശ്രീ ജോസ് തോമസിന് അറിയാമല്ലോ, ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആരാണ് ആ സിനിമയുടെ അവസാന വാക്ക്? ആ സിനിമയുടെ അവസാന വാക്ക് അതിൻ്റെ ഡയറക്ടറാണ്. മുമ്പ് ഇന്നലത്തെ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കടുവ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായിരുന്നു. അതിലെ ഒരു ഡയലോഗ് വലിയ പ്രശ്നമായിരുന്നു. ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ, അവരുടെ പേരൻസിനെ മോശം ലൈറ്റിൽ ചിത്രീകരിക്കുന്ന ഒരു ഡയലോഗ്. അന്ന് ഇതേപോലെ തന്നെ വിവാദമുണ്ടായി. ആദ്യ സമയത്ത് നമ്മളോട് പറഞ്ഞിരുന്നത് എന്താണ്? സിനിമയെ സിനിമയായിട്ട് കാണണം. ആ സിനിമയിലെ തന്നെ ഒരു പ്രമുഖ നടൻ ഫേസ്ബുക്കിൽ ഞാനിടുന്ന പോസ്റ്റുകളുടെ താഴെ കമൻ്റായിട്ട് വന്നിട്ട് അവഹേളിക്കുന്ന രീതിയിൽ, കളിയാക്കുന്ന രീതിയിലത്തേക്കൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. എന്നിട്ട് അവസാനം എന്തായി? മാപ്പ് പറഞ്ഞു. ആരാണ് ആദ്യം മാപ്പ് പറഞ്ഞത്? ശ്രീ ജോസ് തോമസിന് അറിയുമോ? നായക നടനായ പൃഥ്വിരാജ് അല്ല, സംവിധായകനായിട്ടുള്ള ഷാജി കൈലാസാണ്. അതിനുശേഷം പൃഥ്വിരാജ് ഷാജി കൈലാസിൻ്റെ ഖേദപ്രകടനത്തിന് മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നുവെന്നാണ്. അതിനെ ഷെയർ ചെയ്തിട്ട് സോറി, ഇറ്റ് വാസ് എ മിസ്റ്റേക്ക്, വി അക്സെപ്റ്റ്, അക്നോളജ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ വീണ്ടും ഷെയർ ചെയ്തു, അദ്ദേഹത്തിൻ്റെ കൂടി മാപ്പപേക്ഷ അതിനോട് കൂടി വെച്ചുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് രണ്ടാമതൊരു വിവാദം ഉണ്ടായി. നിങ്ങൾക്ക് തന്നെ തെറ്റാണെന്ന് ബോധ്യമുള്ള ഒരു കാര്യം എന്തിനു നിങ്ങളുടെ സിനിമയിൽ? അപ്പോൾ അന്നേരം എന്ത് സംഭവിച്ചത്? ഉടനെ അവരങ്ങ് മാറ്റിയോ? ഇല്ല. അത് വലിയ വിവാദമായി നിയമ നടപടികളിലേക്ക് പോകുമെന്നൊക്കെ ഉറപ്പായ ഘട്ടത്തിൽ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. ആ പത്രസമ്മേളനം വിളിക്കുന്ന സമയത്ത് ആ പത്രസമ്മേളനം വിളിക്കുന്നത് ആരാണ്? സംവിധായകൻ ഷാജി കൈലാസാണ്. എന്നിട്ട് ആരൊക്കെയാണ് ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ വിശദീകരിച്ചത്? 1 സംവിധായകൻ ഷാജി കൈലാസ്, 2 അതിലെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ, 3 കഥ എഴുതിയിരുന്ന ജിനു എബ്രഹാം, 4 നായക നടനായിട്ടുള്ള പൃഥ്വിരാജ്. ഈ ആൾക്കാരെല്ലാവരും ചേർന്ന് ഖേദം പ്രകടിപ്പിച്ചു, മാപ്പ് പറഞ്ഞു. ഒപ്പം ഈ സിനിമയിലെ ഈ ഡയലോഗ് ഇനി മ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിൻ്റെ പതിപ്പുകളിൽ ഉണ്ടാവില്ല. ഓവർസീസിൽ വിതരണം ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാർക്കും ഞങ്ങൾ കോപ്പി കൊടുക്കുന്നു. OTTയിൽ ഇത് ഉണ്ടാവില്ല. ഇന്ന് നോക്കിക്കോളൂ, ഈ കടുവ എന്ന സിനിമ OTTയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വിവാദമായിട്ടുള്ള ഡയലോഗിൽ പൃഥ്വിരാജിൻ്റെ ചുണ്ടനൊക്കെ മാത്രമേ ഉള്ളൂ, ഡയലോഗ് മ്യൂട്ടഡ് ആണ്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഈ രീതിയിലത്തേക്ക് സംവിധായകനത് ഏറ്റെടുത്തത് കൊണ്ടാണ്. ഇവിടുത്തെ ചോദ്യം അത് തന്നെയാണ് ശ്രീ ജോസ് തോമസ്. എന്തുകൊണ്ടാണ് തൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലും പുറത്തും പോയി വലിയ പ്രചരണം നടത്തി നിങ്ങൾ വരൂ ഈ സിനിമ കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ആൾക്കാരെ ക്ഷണിച്ചിരിക്കുന്ന ഒരു സംവിധായകൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയരുമ്പോൾ, വിവാദങ്ങൾ വരുമ്പോൾ, എഡിറ്റ് ചെയ്യാനായിട്ട് നിർബന്ധിതരായിരിക്കുമ്പോൾ ഈ പറയുന്ന സംശയങ്ങൾക്ക് മറുപടി പറയേണ്ടത് ആരാണ്? നായക നടനാണോ പറയേണ്ടത്? അതോ അതിന്റെ ഒരു കോ പ്രൊഡ്യൂസർ മാത്രമാണോ പറയേണ്ടത്? ശരി, ജോസ് തോമസ് മറുപടി പറയേണ്ടത് സംവിധായകനല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പൃഥ്വിരാജല്ലേ മറുപടി പറയേണ്ടത്? അദ്ദേഹം എന്തിന് മൗനത്തിന്റെ മാളത്തിൽ ഒളിക്കുന്നു? ഈ ശ്രീ പണിക്കറിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, കടുവ എന്ന സിനിമയുടെ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഷാജി സുഹൃത്താണ്, ജിനു സുഹൃത്താണ്. ഞാൻ ആ കാര്യങ്ങളെല്ലാം ആ സമയത്ത് അതിനോടൊപ്പം ഉണ്ടായിരുന്നയാളാണ്. ആ കടുവയിൽ പ്രതിപാദിച്ച ആ വിഷയമുണ്ട്, ആ സീക്വൻസ്, അതും ഇതും തമ്മിൽ അജഗജാന്തരമല്ലേ ശ്രീ പണിക്കരെ? അതെന്താ? സിനിമയായിട്ട് കാണുവാണെങ്കിൽ അങ്ങനെയുണ്ടോ? സിനിമയായിട്ട് കാണുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ചിന്ത ചില വിഷയങ്ങളിൽ വരും, ചിലതിൽ വരില്ല. അങ്ങനെയുണ്ടോ? സിനിമയായിട്ട് കാണണം. അസബ സിനിമയിലെ സ്ത്രീകളോടുള്ള മോശമായിട്ടുള്ള സമീപനം നായക കഥാപാത്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ സിനിമയായിട്ട് കാണണമെന്നാണ് ആൾക്കാർ പറഞ്ഞത്. അതേപോലെ തന്നെ എന്തുകൊണ്ട് എങ്കിൽ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കളെ മോശമായി ചിത്രീകരിക്കുന്നത് ആ സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ സ്വാതന്ത്ര്യമാണ് എന്ന രീതിയിലേക്ക് എന്തുകൊണ്ടാരും കരുതിയില്ല? അപ്പോൾ എന്തുകൊണ്ടാണ് എക്സ്റ്റേണൽ ചിന്ത അതിലേക്ക് വന്നത്? എന്തുകൊണ്ടാണ് രാഷ്ട്രീയ, സാമൂഹ്യ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വന്നത്? എന്തുകൊണ്ടാണ്? അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോഴുള്ള സിനിമകളിൽ ഡിസ്ക്ലൈമർ കാണിക്കാറില്ലേ? സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഡിസ്ക്ലൈമർ കാണിച്ചിട്ടില്ലേ ഇത്തരം സീക്വൻസുകൾ കാണിക്കൂ? ഞാൻ പറയട്ടെ, പണ്ട് ആ വിഷയം ഉണ്ടായിരുന്നല്ലോ സിനിമയിൽ. എത്രയോ കാലം കൊണ്ട് സ്ത്രീകളുടെ കാര്യത്തില്, പിന്നെ ആനിമൽസിന്റെ കാര്യത്തില്,
മദ്യപാനത്തിന്റെ ലഹരിയുടെ ഉപയോഗത്തിൽ എത്രയോ കാലമായിട്ട് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ഹെൽമെറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ വന്നിരിക്കുന്നതാണ്. അതിനുശേഷം അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതിനുശേഷം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ മോശമായി പറയുന്നത് ശിക്ഷാർഹമാണ് എന്ന ഡിസ്ക്ലെയിമർ വന്നിട്ടില്ല. അല്ല, അങ്ങനെ ആ ചിത്രീകരിച്ച സമയത്തോ അത് എഴുതിയ സമയത്തോ അതിന്റെ എഴുത്തുകാരനോ ചിത്രീകരിച്ച സംവിധായകനോ അത്തരം ഒരു നിലപാട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതങ്ങനെ മോശമായി ചിത്രീകരിക്കപ്പെടും എന്ന് സമൂഹം കരുതുമെന്ന് വിചാരിച്ചിരുന്നില്ല. എന്ത് കരുതുന്നില്ല? ശ്രീ ജോസ് തോമസ്, ആ ഡയലോഗ് എന്താണെന്നറിയോ? ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാകുന്നത് അവരുടെ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണെന്നാണ്. ഇത് എഴുതുന്ന സമയത്ത് ഇത് മോശമായിട്ട് ആൾക്കാർ കാണും, ഇത് തെറ്റായിട്ട് ആൾക്കാർ കരുതുമെന്ന് കരുതുന്നില്ല എങ്കിൽ എഴുതിയവൻ മണ്ടനാണ്. സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അത് എഴുതുന്ന സമയത്ത് ഇത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ളതാണ്. ഇവിടെ സമൂഹത്തിൽ ഭിന്നശേഷിക്കാർക്കും അവരുടെ മാതാപിതാക്കൾക്കും ജീവിക്കേണ്ടതാണ്. അവരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലത്തേക്ക്, അവർക്ക് സ്വന്തമായിട്ട് കുറ്റബോധം പോലെ തോന്നുന്ന രീതിയിലത്തേക്ക് ഇത് പ്രേരിപ്പിക്കും എന്ന് ചിന്തിക്കാനായിട്ട് സംവിധായകനോ നിർമ്മാതാവിനോ ഡയലോഗ് പറഞ്ഞവനോ എഴുതിയവനോ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവർ മണ്ടന്മാരാണെന്ന് അതിനർത്ഥം. ഞാൻ കരുതുന്നില്ല ആ സിനിമയിൽ പ്രവർത്തിച്ചവർ മണ്ടന്മാരാണെന്ന്. അപ്പൊ ഇതിങ്ങനെ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഡയലോഗ് എഴുതിയത്. വെറുതെ ന്യായീകരിക്കരുത്. അല്ലല്ല, വെറുതെ ന്യായീകരിക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ സെൻസർ ബോർഡ് അങ്ങനെ ചോദിച്ചില്ലല്ലോ. അതല്ല പ്രശ്നം. സെൻസർ ബോർഡ് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല. ഇവിടെയും സെൻസർ ബോർഡ് ഇടപെട്ടില്ലല്ലോ. ഇപ്പൊ താങ്കള് സംഘപരിവാറിന്റെ വർഗീയതയെ പറ്റി പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഇവിടെ സെൻസർ ബോർഡ് നിരോധിച്ചോ? ഇത് സെൻസർ ബോർഡ് ആകെ പറഞ്ഞിരുന്നത് ആദ്യ ഘട്ടത്തിലുണ്ടായിരുന്ന 2 കട്ടുകൾ മാത്രമാണ്. അത് സിനിമ വരുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി പറഞ്ഞില്ല. ഇപ്പൊ BJP-കാരൻ ഒരാള് ഈ സിനിമയ്ക്കെതിരെ കേസ് കൊടുത്തപ്പോൾ അയാളെ BJP-യിൽ നിന്ന് പുറത്താക്കി. അപ്പൊ സംഘപരിവാറിന്റെ ഭീകരത അതിനകത്തിലില്ല. MT രമേശ് ആദ്യമേ തന്നെ പറഞ്ഞു സിനിമയെ സിനിമയായിട്ട് കാണണം. സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ എത്രയോ സിനിമകളിൽ വിമർശിച്ചിട്ടുണ്ട്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഒരു നിലപാടുണ്ടായിരുന്നു, വ്യക്തിപരമായി സിനിമയെ ആക്രമിക്കാനൊന്നുമില്ല, ഞാനിത് കാണുന്നില്ല എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അപ്പൊ താങ്കൾക്ക് ഈ പറയാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് സംഘപരിവാർ ഭീകരത പറയാമെങ്കിലും വ്യക്തമായി പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഒരു ഡയലോഗ് ഒരു നടൻ പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയിൽ താങ്കൾ ആരെയാണ് ഈ പൊതിയുന്നത്? ഇവിടെയും സംവിധായകനാണല്ലോ ഖേദം പ്രകടിപ്പിക്കേണ്ടത് എന്നാണ് ചോദ്യം. സംവിധായകനാണല്ലോ ഇവിടെയും ഖേദം പ്രകടിപ്പിക്കേണ്ടത്. കടുവ സിനിമയിൽ സംവിധായകനാണ് ഖേദം പ്രകടിപ്പിച്ചത്. അതിന് നായക നടനോ നിർമ്മാതാവിനോ തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ സംവിധായകന് തോന്നിയിട്ടുണ്ടാവില്ല. അപ്പൊ പൃഥ്വിരാജിന് അത്രേ റോളേ ഉള്ളൂ. പൃഥ്വിരാജ് അറിയാതെ പുള്ളിയുടെ പടം എഡിറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുമെന്നാണോ പറയുന്നത്? അതല്ല പറഞ്ഞത്. നായക നടനും നിർമ്മാതാവും പറയുന്നു നിങ്ങൾ ഇതൊന്ന് കട്ട് ചെയ്ത് തരൂ, നിങ്ങൾ ഇതൊന്ന് അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം അവിടെയുണ്ട്. അദ്ദേഹം തന്റെ രാഷ്ട്രീയം വിട്ടൊരു കളി കളിച്ചിട്ടില്ല. തന്റെ പ്രമേയത്തിൽ വിട്ടുവീഴ്ച വരുത്താനായിട്ട് തനിക്ക് യാതൊരു ബോധ്യവുമില്ലെങ്കിൽ ചിന്തിക്കുന്ന സംവിധായകനാണ് പൃഥ്വിരാജ് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ആ സ്ക്രിപ്റ്റ് വായിച്ച് അത് അംഗീകരിച്ചുകൊണ്ടല്ലേ സംവിധാനത്തിലേക്ക് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബോധ്യം തന്നെയാണത്. അപ്പൊ പിന്നെ എഡിറ്റ് ചെയ്യുന്ന എന്തിനാ? ആര് ചോദിച്ചിട്ടാ എഡിറ്റ് ചെയ്യുന്നത്? എഡിറ്റ് ചെയ്യാൻ ചിലപ്പോൾ നായക നടനോ നിർമ്മാതാവ് പറഞ്ഞ സംവിധാനം ചിലപ്പോൾ വഴങ്ങി കൊടുക്കും. അങ്ങനെയാണോ സിനിമ? അപ്പൊ അത് അത്രയ്ക്ക് കൺവിക്ഷനേ ഉള്ളൂ. നായക നടൻ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന കൺവിക്ഷനെ പൃഥ്വിരാജിനുള്ളൂ. അപ്പൊ അദ്ദേഹം സ്ട്രോങ് സംവിധായകനാണ്. താങ്കളുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ അല്ല, തർക്കം വന്നിരിക്കുന്നത് പൃഥ്വിരാജാണ് ഇവിടെ ഖേദം പ്രകടിപ്പിക്കേണ്ടത്, മോഹൻലാൽ ആയിരുന്നില്ല എന്നാണ്. ഒരു സെക്കൻഡ്, അങ്ങനെയല്ല. പൃഥ്വിരാജിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട്. പൃഥ്വിരാജ് ഹിന്ദുത്വ വിരുദ്ധ ലൈൻ എടുക്കുന്ന ആളാണ്. ഹിന്ദുത്വ വിരുദ്ധ ലൈൻ എടുക്കുന്ന എത്രയോ പേരുണ്ട്. പൃഥ്വിരാജ് ഹിന്ദുത്വ വിരുദ്ധ ലൈൻ എടുക്കുന്ന വ്യക്തിയാണ്. മുരളി ഗോപി ഹിന്ദുത്വ ലൈൻ വിരുദ്ധം എടുക്കുന്ന വ്യക്തിയാണ്. രണ്ടുപേരും നല്ല നായർ ഹിന്ദുക്കളാണ്. സ്വന്തം മകൾക്ക് മേനോൻ വരെ പേരിട്ടവരാണ്. പക്ഷേ അവർ ഹിന്ദു മുസ്ലിം ഐക്യത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുത്വ വിരുദ്ധ സമീപനം എടുക്കുന്നതാണ്. ടിയാൻ സിനിമ ഇങ്ങനെ തന്നെയല്ലേ? ടിയാൻ സിനിമ കണ്ടാൽ മതി. ഇതിനേക്കാൾ തീവ്രതയായിട്ട് എഴുതിയിട്ടുണ്ട്. കോർപ്പറേറ്റ് ഹിന്ദുത്വം ഇന്ത്യയെ നശിപ്പിക്കുന്നു എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോ പൃഥ്വിരാജും മുരളി ഗോപിയും ഒരു സ്റ്റാൻഡ് എടുത്തു. പക്ഷേ ലാലേട്ടൻ അങ്ങനെയല്ല. ലാലേട്ടൻ എല്ലാവരുടെ കൂടെയും ചേർന്ന് പോകുന്ന വ്യക്തിയാണ്. മോഹൻലാലിനോടും ശ്രീ ഗോകുലം ഗോപാലിനോടും, അത് ജോസ് തോമസ് സാർ പറഞ്ഞ പോലെ ആരെങ്കിലും പേടിപ്പിച്ചുകൊണ്ടൊന്നുമല്ല. ലാലേട്ടനും ഗോകുലം ഗോപാലൻ സാറിനും ഒക്കെ പേടിപ്പിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റില്ല, ഒന്നിച്ചെടുത്ത തീരുമാനമെന്ന് പറയാൻ പറ്റില്ല. ശ്രീ ഫക്രുദ്ദീൻ അലി ഒന്നിച്ചെടുത്ത തീരുമാനമല്ല. ഒരു സെക്കൻഡ്, ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമ്മൾ എങ്ങനെ പറയും? താങ്കൾ തന്നെ രണ്ട് കാര്യങ്ങളും പറയുന്നു. താങ്കൾ പറയുന്നു പൃഥ്വിരാജ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ആളല്ലെന്ന്. അല്ല, ശ്രീ ആന്റണി പെരുമ്പാവൂർ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഇതെന്നല്ലോ. ഓരോരുത്തർക്ക് അവരുടേതായ ഷെയ്ഡ് ഓഫ് ഡിഫറൻസ് കാണും. ഇവിടെ ഖേദം പ്രകടിപ്പിക്കേണ്ടത് പൃഥ്വിരാജാണ് എന്നുള്ള അഭിപ്രായം, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഖേദം പ്രകടിപ്പിക്കേണ്ടത് പൃഥ്വിരാജാണ്, മോഹൻലാൽ ആയിരുന്നില്ല എന്ന്. ശരി, രാഹുൽ നിർത്തു. ഫക്രുദ്ദീൻ
അടി കൂടിക്കാനാണ് താല്പര്യം, അതാണ് പ്രശ്നം. അല്ല, സിനിമയിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ സിനിമയിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അത് സംവിധായകനാണ് താത്വികമായി പറയുകയാണെങ്കിൽ. പക്ഷെ നമുക്കറിയാലോ സിനിമയിലെ ഒരു പ്രഷർ സംവിധായകരൊക്കെ ഫൈനലി ഇപ്പം എന്ന് വെച്ചാൽ നിർമ്മാതാവും ഈ സൂപ്പർ സ്റ്റാറും പറയുന്നതിനപ്പുറം ഞാൻ പൃഥ്വിരാജിനെ പറ്റിയല്ല പറയുന്നത്. ഇപ്പോൾ ജോസ് തോമസ് അവിടെ അദ്ദേഹം ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അറിയാം. പ്രൊഡ്യൂസറുടെയും അതുപോലെ തന്നെ സംവിധായകനെയും മേലെ പറക്കാൻ ശേഷിയുള്ള പ്രധാനപ്പെട്ട നടൻ സ്റ്റാറിന്റെ അപ്പം പറക്കാൻ ശേഷിയുള്ള അപൂർവം സംവിധായകരെ നമുക്കുള്ളൂ. ഒരു ജോഷി സാറോ ഒക്കെ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും. അതിൽ കൂടുതലും പറക്കാൻ ശേഷിയുള്ള സംവിധായകൻ. പക്ഷേ പൃഥ്വിരാജ് ഭയങ്കര ധൈര്യവാനാണ്, തന്റെ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്നയാളാണ്, ചുണക്കുട്ടനൊക്കെയാണല്ലോ, ഇമേജ് അങ്ങനെയൊക്കെയാണല്ലോ. ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പൊതുവെ സിനിമയുടെ ഒരു കാര്യമാണ് പറഞ്ഞത്. പിന്നെ പൃഥ്വിരാജിന്റെ കാര്യം വരുമ്പോൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ, അത് ഞാൻ പറഞ്ഞത് താത്വികമായി പറയുമ്പോൾ അങ്ങനെ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയേണ്ടത് സംവിധായകൻ തന്നെയാണ്. കാരണം നമ്മൾ പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സിനിമ സംവിധായകന്റെ കലയാണ് എന്നുള്ളതാണ്. പക്ഷേ റിയാലിറ്റി വേറെ തരത്തിലാണ്. ഒരു സിനിമ എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താ അദ്ദേഹത്തിന് വന്ന് അദ്ദേഹം സിനിമയാണ് പേരും പെട്ടെന്ന് മറന്നുപോയി, അദ്ദേഹത്തോട് വെച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും. ശരി, ജോസ് തോമസ്. ഇവിടെ ശ്രീജിത്ത് പക്ഷേ തന്റെ നിലപാട് ഇതാണ് പറഞ്ഞത്. ഫക്രുദ്ദീനും താത്വികമായിട്ട് പറയുന്നത് ഇക്കാര്യമാണ്. പക്ഷേ താങ്കൾ അതിൽ നിന്ന് ഭിന്നമായിട്ട് എന്തുകൊണ്ട് കാണുന്നു? ഞാൻ ഭിന്നമായിട്ട് കാണുന്നതിന് പ്രത്യേക കാരണമുണ്ട്. കാരണം 100-200 കോടി രൂപ മുടക്കിയ ഒരു സിനിമയ്ക്ക് അതിന്റെ നിർമ്മാതാവ് പറയാണ്, സംവിധായകനോട് പറയാണ്, നമുക്ക് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങൾ ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇന്ന സീക്വൻസ് കട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്ന സംവിധായകരെ ഇവിടെ ഉള്ളൂ. അത് ജോഷി സാറാണെങ്കിലും മലയാളത്തിലെ ഏറ്റവും വലിയ സംവിധായകരാണെങ്കിലും അങ്ങനെ ചെയ്യും. ചിലപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ അവരൊന്നും ചെയ്തെന്ന് വരില്ല. പക്ഷേ ഇവിടെ കൊമേഴ്സ്യൽ സിനിമ എടുക്കുന്ന എല്ലാവരും നിർമ്മാതാക്കളോട് ചേർന്ന് നിന്നുകൊണ്ടാണ് അവരുടെ തീരുമാനങ്ങളും അനുസരിച്ചുകൊണ്ടാണ് സംവിധായകർ നീങ്ങുന്നത്. അല്ലാതെ എന്റെ സിനിമയാണ്, എന്റെ കാഴ്ചപ്പാടാണ്, അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു രീതി ഇല്ല. എല്ലാവരും നിർമ്മാതാക്കൾ അത് കൂട്ടായ തീരുമാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആന്റണി വരുമ്പോൾ ഒരു മോഹൻലാലും ചിലപ്പോൾ ഗോകുലം ഒക്കെ കൂടി പറഞ്ഞു കാണണം, നമുക്ക് ഇന്ന സീക്വൻസിൽ കട്ട് ചെയ്യാം, 2 മിനിറ്റ് 7 സെക്കൻഡ് ആണെങ്കിൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പൃഥ്വിരാജിനെതിരെ എതിര് പറഞ്ഞില്ല എന്നതുകൊണ്ട് പൃഥ്വിരാജ് സംവിധാനം അല്ലാതാവുന്നില്ല, അയാൾ കഴിവില്ലാത്തവനാകുന്നില്ല, അയാൾക്ക് മാനദണ്ഡങ്ങളില്ലാതാവുന്നില്ല, അയാൾക്ക് ആശയങ്ങളില്ലാതാവുന്നില്ല. അയാളത് അംഗീകരിച്ചു. അത് അയാളുടെ നല്ല മനസ്സ്. അതുകൊണ്ട് അതൊരു യുദ്ധമുണ്ടാക്കാനുള്ള ഒരു വിഷയമാക്കി മാറ്റരുത്. സംവിധായകന് കഴിവില്ല, നട്ടലില്ല, അയാളുടെ അഭിപ്രായം തുറന്നു പറഞ്ഞില്ല എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. ഒരു സിനിമയ്ക്ക് നന്മയ്ക്ക് വേണ്ടി നിർമ്മാതാവ് വിതരണക്കാരനോ പറഞ്ഞാൽ ചിലപ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന സംവിധായകൻ. അത് മലയാള സിനിമയിൽ നിന്നല്ല, ലോക സിനിമയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നട്ടലില്ലല്ലോ, നട്ടലിന്റെ കാര്യം നല്ലല്ലോ ഇവിടെ പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന്റെ നട്ടലില്ലെന്നാരും പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് താത്വികമായിട്ട് പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. നോക്കൂ, ഇതിലെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ നട്ടലില്ലാന്ന് ഫക്രുദ്ദീൻ പറഞ്ഞല്ല പറഞ്ഞത്. ചില മറ്റു ചില ചാനലുകളൊക്കെ പറഞ്ഞത് കേട്ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ശ്രീ ജോസ് തോമസ് പറഞ്ഞ വാദത്തിനോട് എനിക്ക് യോജിപ്പില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ നിർമ്മാതാവ് പറയുകയാണ്, ഇന്ന സംഭവങ്ങൾ ഇന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കത് മാറ്റാം, വലിയ ബജറ്റ് മുടക്കിയിരിക്കുന്ന പണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, നമുക്കത് മാറ്റാമെന്ന് പറയാനായി ഇത് ഒരു കഥാപാത്രത്തിന്റെ ഒരു മോശം ഡയലോഗിനെ കുറിച്ചല്ല. ഈ തീം എന്താണ് എന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയല്ലേ ഈ സംവിധായകൻ ഇതിനെടുക്കുന്നത്. നമുക്ക് പറയാം, അവസാനം ജോയിൻ ചെയ്തിരിക്കുന്ന നിർമ്മാതാവിന് എൻഡ് ടു എൻഡ് അറിയില്ല എന്ന് പറയാം. പക്ഷേ ആ സംവിധായകൻ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് ഇതാണ് കഥ എന്നറിയാം. ആ കഥയിൽ എടുത്തിരിക്കുന്ന പ്രമേയങ്ങൾ മുഴുവനും ഇങ്ങനെയുള്ള ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടതാണെന്നറിയാം. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് പിന്നീട് കാണിക്കുന്നതെന്നറിയാം. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം ഇന്ത്യ ഭരിക്കുന്നു എന്ന രീതിയിലത്തേക്ക് അറിയാം. അവർ മോശമായിട്ട് ഈ അധികാര തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നതാണ് ചിത്രീകരിക്കുന്നത് എന്നറിയാം. അപ്പോൾ അന്നേരം ഒരാൾ അങ്ങോട്ട് വന്ന് പറയുന്ന സമയത്ത് എന്റെ പൊന്നു ചേട്ടാ, നമ്മൾ ഇതാണ് ഇതിനകത്തിൽ ചെയ്തിരിക്കുന്നത്, അപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നിടത്താണ്. അവിടെ മറ്റൊരു കാര്യമുണ്ട് ശ്രീ ശ്രീജിത്ത് പണിക്കർ, അങ്ങനെ പറഞ്ഞിട്ടും ഉണ്ടാകാം. കാരണം അതിന് പ്രമേയത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. ഏതാനും ചില കട്ടുകൾ വരുത്തിയിട്ടുണ്ട് എന്നല്ലാതെ അത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളാണ് അത് പ്രധാനമായും മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഏത് രാഷ്ട്രീയത്തിലാണ് ഉറച്ചു നിന്നത്, അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഇടപെടൽ പൂർണ്ണമായിട്ടും അംഗീകരിച്ചു കൊടുക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഈ 2 മിനിറ്റ് 7 സെക്കൻഡിന്റെ ഒരു ചെറിയ മാറ്റം മാത്രം വന്നത്. അങ്ങനെയും കരുതാമല്ലോ. അല്ല, കൺവിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് 1 സെക്കൻഡ് പോലും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് എന്തിനാണ്?
എന്തായാലും കഥ മാറുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിനിമയിൽ ഈ വലിയ കാര്യമായിട്ടുള്ള മാറ്റമല്ല വന്നിരിക്കുന്നത് എങ്കിൽ ഈ കട്ടിന് മുമ്പും ശേഷവും ഇത് കാണുന്ന ഒരാളിന് മനസ്സിലാകുമല്ലോ ഇത് മാത്രമാണ്. അപ്പോൾ വീണ്ടും വേണമെങ്കിൽ ഒരു വിവാദം ഉണ്ടാകാം. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾക്ക് കൺവിക്ഷൻ ഉള്ള ഫൈനലി നിങ്ങൾ തീരുമാനിക്കുന്ന ഭാഗം മാത്രം ഒരു സിനിമയിലേക്ക് പോവുകയും അതിലെ ഒരു ക്യാരക്ടറിന്റെ പേര് ഉൾപ്പെടെ മാറുകയും ചെയ്തു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ഫ്രീഡം തന്നെ ഇവിടെ പോയി. അതിനു വേണ്ടിയിട്ട് സംവിധായകൻ നിൽക്കണ്ടേ? അങ്ങനെ സംവിധായകൻ നിൽക്കുന്നില്ലല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗുജറാത്ത് കലാപമാണെന്ന് സിനിമയിൽ പറയുന്നുണ്ടോ? പിന്നെ ബജ്രംഗി എന്നുള്ള പേരിന് എന്താ പ്രശ്നം? അങ്ങനെ ചോദിച്ചുകൂടെ? അങ്ങനെയല്ലേ ഒരു സംവിധായകൻ ചോദിക്കേണ്ടത്? ഏത് സിനിമയാണെങ്കിലും തുടക്കത്തിൽ ഒരു ഡിസ്ക്ലൈമർ ഉണ്ടല്ലോ. അതിൽ പറയുമല്ലോ ഈ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണ് എന്ന് പറയാറുണ്ടല്ലോ. എങ്കിൽ പിന്നെ അതിന്റെ പിൻബലത്തിൽ എന്നൊക്കെ പറയാമല്ലോ. അതിനാണ് കൺവിക്ഷൻ എന്ന് പറയുന്നത്. കൺവിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ മാറ്റത്തിന് പോകുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇതിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഭീഷണി ഇല്ല എന്ന രീതിയിലത്തേക്ക് പറയുകയും സമ്മർദ്ദം പോലും ഇല്ല എന്ന് ആ സിനിമയുടെ ആൾക്കാർ പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഡിവൈഡഡ് ഹൗസ് ആണ് ഉള്ളിൽ എന്നുള്ള തോന്നൽ ജനിപ്പിക്കുന്നത്. ഇതേവരെ ഇതിനെപ്പറ്റി ഈ അപ്പോളജി ആണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും ഒരു പ്രതികരണവും നടത്താത്ത എഴുത്തുകാരനും ഇതുവരെ വരാത്ത മറ്റെല്ലാ വിഷയങ്ങളിലും സംസാരിക്കുന്ന അതിന്റെ സംവിധായകനുമാണ്. ശരി, ഷാക്കിർ അത് ശരിയുമാണല്ലോ. ഇത് ബാഹ്യ സമ്മർദ്ദം കൊണ്ടല്ല എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പോലും ഈ രണ്ടുപേർ ഇതിൽ എന്തുകൊണ്ട് തിരുത്തൽ വരുത്തിയെന്നോ എന്താണ് ഉദ്ദേശിച്ചതെന്നോ ഒന്നും പറയുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായി ആ രീതിക്ക് വരുമല്ലോ. പക്ഷേ സംഘപരിവാറിന്റെ സമ്മർദ്ദം, അതുപോലെ തന്നെ ED റെയ്ഡ് ഭയന്ന് എന്നൊക്കെ പറയുന്ന മറ്റൊരു വ്യാഖ്യാനവും ഇവിടെ മനുഷ്യൻ നിങ്ങൾ പിന്നെ ഒരു പൊതുബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഖേദപ്രകടനം നടത്തണം, മോഹൻലാൽ നടത്തിയ മതിയോ, അല്ലെ പൃഥ്വിരാജ് വേണോ, പിന്നെ മറ്റാളുകൾ വേണം, എന്തിനാണ് ഇതിൽ ഖേദപ്രകടനം നടത്തേണ്ടത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് ഈ 2 മിനിറ്റ് ഒഴിവാക്കുന്നതിൽ മോഹൻലാൽ ഖേദപ്രകടനം നടത്തണം. കാരണം എന്താന്ന് വെച്ചാൽ ഒരു സിനിമയെ ആ സിനിമയായി നോക്കിക്കാണുന്നതിന് പകരം ഇനി ഇവർക്ക് ഇപ്പൊ സത്യത്തിൽ നേരത്തെ ശ്രീജി പണിക്കർ പറഞ്ഞ പോലെ RSSനെ ഇതിൽ പരാമർശിക്കുന്നില്ല, അതുപോലെ ഏതെങ്കിലും ഈ രീതിയിലുള്ള സംഘടനകളെ പരാമർശിക്കുന്നില്ല. പക്ഷെ സിനിമ ഒരു കഥയുണ്ടാക്കി ആ കഥ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടതാണെന്ന് RSSകാർ പറയുന്നു. യാഥാർത്ഥ്യമാണ്, ഒരു സംശയം വേണ്ട. ഈ ബജരംഗി എന്ന മഹാക്രൂരനായ മനുഷ്യൻ, 73 പേരെ കൊന്ന മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്തിനാണ് പിന്നെ ഇതിൽ ഈ ബജരംഗിയുടെ പേര് മാറ്റേണ്ട കാര്യമുണ്ടായത്? മോഹൻലാലാണ് ഖേദപ്രകടനം നടത്തേണ്ടത്. RSSന് വഴിപ്പെട്ട് RSSന്റെ ഭീഷണിയിൽ ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹമാണ് ഇതിന് മാറ്റാൻ വേണ്ടി താല്പര്യമെടുത്ത് ഖേദം പ്രകടിപ്പിച്ചതായി നമ്മൾ കാണുന്നത്. നിങ്ങൾ പറയുന്നു മഞ്ജുഷിനെ പോലെയുള്ള ആളുകൾ ഇവിടെ ഒരു പൊതുബോധം സൃഷ്ടിക്കുകയാണ്, ഇതിൽ ഖേദപ്രകടനം നടത്തണം. അത് ആര് നടത്തണം എന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ചർച്ച. എന്തിനാണ് ഖേദപ്രകടനം നടത്തുന്നത്? നിങ്ങൾ ഇത് കേരള ലവ് സ്റ്റോറിയിൽ റേപ്പ് സീനില്ലേ ഒഴിവാക്കിയിട്ടുണ്ടോ? അതുപോലെ എത്ര സിനിമകളിലുണ്ട്? അതൊക്കെ കഥയാണ്. ഇത് ഗുജറാത്ത് കലാപമാണ് എന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിൽ നടന്ന കാര്യമാണ്. പിന്നെ എന്തിനാ ഖേദപ്രകടനം? എന്തിനാ മഞ്ജുഷിനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ചില ആളുകൾ ഇതൊരു ഖേദപ്രകടനം നടത്തേണ്ട സംഗതിയാണെന്ന്? ഖേദപ്രകടനം നടത്തിയയാൾ മോഹൻലാൽ അദ്ദേഹമാണോ ഖേദപ്രകടനം നടത്തേണ്ടത് എന്നാണ് ചോദിച്ചത്. അല്ലാതെ ഖേദപ്രകടനം നടത്തണമെന്നല്ല ഇവിടെ പറഞ്ഞത്. അത് താങ്കൾ ശ്രദ്ധിക്കുക. ഖേദപ്രകടനം നടത്തണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. നേരത്തെ ഇവർ പറഞ്ഞതുപോലെ മഞ്ജുഷേ, മോഹൻലാൽ എന്തെങ്കിലും മറച്ചു വെക്കാനോ ED ഭയപ്പാടോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഇതിൽ ഈ രീതിയിൽ വിവാദം വേണ്ട എന്താണെന്ന് അറിയില്ല, എന്തായാലും കുഴപ്പമില്ല. പക്ഷെ പൃഥ്വിരാജിനെ പോലെയുള്ള ആളുകൾക്ക് നമുക്ക് മനസ്സിലാകുന്നത് സത്യസന്ധമായി സിനിമയായാലും ചരിത്രമായാലും അങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ധീരമായ നിലപാടായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ എന്തിനാ പൃഥ്വിരാജ് ഖേദം പ്രകടിപ്പിക്കുന്നത്? അവിടെ മനസ്സിലാവണില്ലല്ലോ. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടത്, കേരളത്തിലെ ഒരുപാട് സാംസ്കാരിക നായകരെന്ന് പറയുന്ന ആളുകളുണ്ട്, സിനിമാ മേഖലയിൽ പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട്. ഇവരൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. എന്താ പറയാത്തത്? ഇപ്പൊ മല്ലിക സുകുമാരൻ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവർക്ക് എന്താ ഇവർ പിന്തുണ കൊടുക്കാത്തത്? ജോസ് തോമസിന്റെ സംഘടന വന്നിട്ടുണ്ട്, ഫെഫ്ക വന്നിട്ടുണ്ട്, പിന്തുണ കൊടുത്തിരുന്നു. ആയിക്കോട്ടെ, ഇത് ഞാൻ പറഞ്ഞത് മുഖ്യധാരയിലെ നടന്മാരോ സാംസ്കാരിക നായകരോ ആയിട്ടുള്ള ആളുകൾ സംഘപരിവാറിനെ ഭയപ്പെടുന്നു. എന്നാൽ സംഘപരിവാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ട നിലവിളിയാണ്. അങ്ങനെ നിലവിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മനുഷ്യർ 22 കൊല്ലം മുമ്പ് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ കൊല്ലപ്പെട്ടു പോയിട്ടുള്ള ഒരു തെറ്റും ചെയ്യാതെ. അപ്പൊ അത്തരം ആളുകൾ ഇങ്ങനെ ജീവിച്ചിരുന്നു, ഈ കൊടും ക്രൂരത ഈ രാജ്യത്ത് നടന്നിരുന്നു എന്ന് പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തിയ ഒരു സിനിമയാണ് ഇതെന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫക്രുദ്ദീൻ സംഘപരിവാറിന്റെ ഈ നിലവിളി എന്നാണ് ഇവിടെ പറയുന്നത്. ഷാക്കിർ, അങ്ങനെ നിലവിളിയൊന്നും അവർക്കുള്ളതായി എനിക്ക് തോന്നുന്നത്. ദേ ആർ വെരി കോൺഫിഡൻറ്റ്. ഈ പ്രശ്നം പറ്റിയെന്തെന്ന് വെച്ചാൽ ഈ സിനിമ അവരെ വിമർശിക്കുന്ന ഒരുപാട് സിനിമകൾ ഭയങ്കര കളിയാക്കുന്ന നമ്മളെ അഖിൽമാരായിട്ട് സിനിമയിലൊക്കെ അവരെ കൊന്നു കൊലവിളിക്കുന്നുണ്ട്. അങ്ങനെ സിനിമകൾ വന്നിട്ടുണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ സിനിമ റിലീസ് ചെയ്ത ആ ഫസ്റ്റ് ഷോട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. അന്നൊക്കെ ആളുകൾ പറഞ്ഞ മറ്റേ ഇതിൻ്റെ ലൂസിഫറിൻ്റെ അത്ര പോരാ, പക്ഷേ മലയാളത്തിലൊരു ഇങ്ങനെ സിനിമ വന്നതിൽ ഭയങ്കര അഭിമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞു പോയ ആളുകൾ
പിന്നെ ഇത് തിരിഞ്ഞു കുത്താൻ കാരണം ബിനീഷ് കൊടിയേരിയുടെ പോസ്റ്റ് വന്നു, ആ RSS ഇട്ട 1.5 പണിയാണ് ആമാർ ഇതാക്കി. ഇത് കണ്ടപ്പോൾ ഇവരുടെ ഈ സൈബർ സഹാക്കൾ എന്ന് പറയുമ്പോൾ സൈബർ എനിക്ക് ആ വാക്ക് ഇഷ്ടമല്ല, സൈബർ RSS ഉണ്ടല്ലോ, അവരെന്ന് വെച്ചാൽ ഇതൊക്കെ താത്വികമായി കാണാൻ അങ്ങനെയുള്ള ആളുകളൊന്നും അല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് അല്ലെങ്കിൽ ഇൻസൾട്ട് ആയിട്ട് അവരങ്ങ് ഏറ്റെടുത്തപ്പോൾ നമ്മുടെ ബാബുവിനെ പോലെയുള്ള DG മോഹൻദാസിനെ പോലുള്ള ആളുകൾ അവരെന്ന് വെച്ചാൽ ആ ഒരു പിന്നെ ഈ ഒരു ഏരിയനെ വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ആളുകളാണ്. അവരും കൂടി ഇതിന്റെ ഭാഗമായി ഓർഗനൈസറിലോ ലേഖനം വന്നു. ഓർഗനൈസറിൽ ലേഖനം വന്നുകൊണ്ട് അത് RSSന്റെ ഒരു പിന്നെ എന്താണ് അഭിപ്രായം എനിക്ക് 2 ലേഖനങ്ങൾ RSSന്റെ പലപ്പോഴും നിലപാടിന് ഒരു ലേഖനമല്ലല്ലോ വന്നത്, നിരന്തരം 2 ലേഖനം 2 3 ലേഖനവും 3 4 ലേഖനം 2 ലേഖനം അതെ 2 ലേഖനം പറയുന്നത് നിങ്ങൾ മുതലാളി നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടെ, ഞാൻ പറഞ്ഞോട്ടെ മുതലാളി, ഒരു സഹിഷ്ണുത കാണിക്കും പേഷ്യന്റ് മുതലാളി. എന്താണ് സംഭവം എന്ന് വെച്ചാല് അപ്പൊ അതില് അല്ല പറയുന്നേക്കൂ, അല്ലല്ല എന്ത് തിരുത്തി ഞാൻ വായിച്ചാലേ നിങ്ങളെക്കാട്ടും കൂടുതൽ ഇതൊക്കെ പണ്ട് കാണുന്നൊക്കെ നോക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ് നോക്കിയാൽ മനസ്സിലാവും. അല്ല ഞാൻ പറഞ്ഞത് അതെ പറഞ്ഞോട്ടെ, 2 നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കാര്യമല്ലേ എന്നെ മുതലാളി ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പറയാണ്ട് ഇത് കഴിഞ്ഞിട്ട് പറയാം, അല്ല ഞാൻ എണീറ്റ് പോയി നിങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നോ. അപ്പൊ അവരുടെ അതിൽ ലേഖനം വന്നു. അതെന്ന് വെച്ചാൽ പലപ്പോഴും ഓർഗനൈസറിൽ വന്ന് എഴുതുന്ന ലേഖനങ്ങൾ RSSന്റെ നിലപാട് യോജിച്ചു പോകുന്നത് കൂടിയല്ല. കാരണം ഇടയ്ക്ക് ജാതിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു സംഭവം വന്നിട്ട് RSS തന്നെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അത് ഈ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു ചർച്ചയായി എന്നല്ലാതെ ഇവരൊന്നും രാജീവ് ചന്ദ്രശേഖരോ അതല്ലെങ്കിൽ രമേശോ മാത്രമല്ല, ഇവർ പ്രധാനപ്പെട്ട ആളുകൾ ആരും ഇത് വളരെ സീരിയസ് ആയി ഗവനിച്ചെന്ന് പോലും എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം ഇവർ ഇതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. ശരി ഷാക്കിർ, ഇതാണ് സംഘപരിവാറിന്റെ നിലവിളിയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞില്ലേ ഓർഗനൈസറിൽ ഒരു ലേഖന വന്നതെന്ന്. നിങ്ങൾ മഞ്ജുഷന്റെ പറഞ്ഞ് 3 4 നമുക്കറിയാം വന്നിട്ടുണ്ടെന്നുള്ളത്. എത്ര എണ്ണം വന്നാലും അതെന്താണ് കുഴപ്പം? എല്ലാം ഒരേപോലെയുള്ളതായിരുന്നു. അല്ല, അത് RSSന്റെ അല്ല ആരതിന് കുഴപ്പമുണ്ടാക്കിയത്? എന്തുകൊണ്ടാണ് 2 മിനിറ്റ് 7 സെക്കൻഡ്? ഇയാളെ പോലെ രാഷ്ട്രീയ പാർട്ടി നേതാവ്, അദ്ദേഹം മലയാളത്തിലെ വലിയ സൂപ്പർ സ്റ്റാർ ആണ്. ഒരു വിഭാഗം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി എന്ന് തോന്നിയ സമയത്ത് അദ്ദേഹം എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ്. അത്രേ ഉള്ളൂ. അത് മാത്രമല്ല നാളെ നിങ്ങൾക്ക് ലീഗുകാർക്ക് ബുദ്ധിമുട്ടായി ചെയ്യും. കാരണം അദ്ദേഹം കേരളത്തിന്റെ പൊതുസ്വത്താ, മമ്മൂക്ക കേരളത്തിന്റെ പൊതുസ്വത്താണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിനാരെങ്കിലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതേസമയം തന്നെ മറ്റുള്ളവരും മറ്റേ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ കൈയടിക്കും. അത് വിട്. നിങ്ങളിപ്പോ തൽക്കാലം ലാൽസാനെ എല്ലാം കൂടി ഒന്ന് കൺവാൻസ് ചെയ്ത് നമ്മളെ ആളായി അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഉദ്ദേശം. ലാൽസാ പൊതുസമൂഹത്തിന് സ്വത്താണ്, അതുകൊണ്ട് ലാൽസാ അതിന് അഡ്രസ് അത്രേ ഉള്ളൂ. അതിന്റെ കാര്യം എന്ത് 32,000 പെൺകുട്ടികളെ സിറിയയിലേക്ക് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചില്ല, വിളിച്ചില്ല പറയുമായിരുന്നു. ഞാൻ അതൊരു അല്ലല്ല പറയുന്നേക്കൂ, ഞാൻ നിങ്ങളെ പല ഫേസ്ബുക്കിലേക്ക് കണ്ടതിന് മൊത്തം അല്ലല്ല എവിടെ ആയിരുന്നു എന്നോട് ചോദിച്ചോ ഞാനിതിനെ ന്യായീകരിച്ചിട്ടില്ല. ആദ്യം മനസ്സിലാക്ക്, ഞാനിതിന് അല്ല പറയുന്നേക്ക് ഒരു കവല വർത്താനം എന്ന് പറയരുത്. ഞാൻ ഫേസ്ബുക്കിൽ എല്ലാത്തിനും ഇന്ന് ചോദിച്ചു മഞ്ജു ചോദിച്ചു അഭിപ്രായം അങ്ങനെ കണ്ടാൽ മതി. നിങ്ങളെ പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇന്ന് രാവിലെ ഞാൻ ബിരിയാണി കഴിച്ചു, ഇന്ന് രാവിലെ സാമ്പാർ കഴിച്ചു എന്ന് പറയുന്ന ആളല്ലോട്ട് പറയില്ല. അപ്പൊ പറഞ്ഞതിന് പറ. അങ്ങനെ എളുപ്പത്തിൽ ഷാക്കിർ പറഞ്ഞത് അല്ല, ഷാക്കിർ ഇവിടെ ഉന്നയിച്ചത് ഈ കേരള സ്റ്റോറിയുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ്. കേരള സ്റ്റോറിയുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് അദ്ദേഹം സംസാരിച്ചത്. 7 സിനിമകള് ഇതേപോലെ വിവാദം വന്നപ്പോ സംവിധായകരോ നിർമ്മാതാവോ നടനോ അതിൽ ഏതെങ്കിലും പ്രമേയം മാറ്റോ ഏതെങ്കിലും പിന്നെ രംഗങ്ങള് കട്ട് ചെയ്ത് നീക്കം ചെയ്തോ? ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, അതിന് പ്രമേയത്തിലല്ലല്ലോ ചോദ്യം. ഷാക്കിർ, 32,000 കുട്ടികളെ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ഡയലോഗാണ്, ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സിനിമയിലെ കഥ തന്നെയാണ്. അതിലാരും തർക്കം പറഞ്ഞിട്ടില്ല. ശരി, അതായത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ ശ്രീ പി.ടി. തോമസ് MLA ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി വായിച്ച വിശദീകരണം എന്റെയിലുണ്ട്. പി.ടി. തോമസ് MLA, നിങ്ങളുടെ UDF നിന്നുള്ള പി.ടി. തോമസ് MLA സഭയിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വായിച്ചിരിക്കുന്ന രേഖ, സഭാരേഖ എന്റെ കയ്യിലുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് കേരള സ്റ്റോറിയുടെ കഥ, സോണിയ സെബാസ്റ്റ്യന്റെയും ബെക്സന്റെയും മറ്റും കഥ.
അതിൽ ഈ 32,000 എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതിൽ അല്ല, തെറ്റായിട്ടുള്ളത്. അവിടെ നമ്മൾ പറയുന്നുള്ളൂ. ബാക്കി ആ സ്റ്റോറി അത് തന്നെയാന്നേ. ശ്രീജിത്ത് പണിക്കരെ, ആ സ്റ്റോറി നമ്മൾ അതേ ഞാൻ പറയുന്നുള്ളൂ. ചോദിക്കുന്നത് അത് നമ്മൾ നിങ്ങൾ മറ്റേ അങ്ങയുടെ പറയുന്നില്ല, വേറെ ആവിഷ്കാര കാര്യം സ്വാതന്ത്ര്യം കണ്ടോ? അല്ല. നിങ്ങൾ അങ്ങയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് സിനിമയായിട്ട് കണ്ടോ? അല്ല, കാശ്മീർ ഫയൽസ് അല്ല, സിനിമയായിട്ട് കണ്ടോ? ഈ കാശ്മീർ ഗോത്ര എക്സോഡസ് കലാപം, റിയാലിറ്റി സബർമതി അല്ലേ? എക്സ്പ്രസ് തീ വെച്ചത്, നരോദ്യപ്പെട്ട കൂട്ടക്കൊല, ഈ ഗുജറാത്ത് വംശഹത്യ, ഇതൊക്കെ നടന്ന സംഗതിയല്ലേ? ഈ ബജരംഗി എന്ന് പറയുന്ന ആൾ ഇപ്പോഴും ജയിലിലാണ്, കൂടുതൽ സമയത്ത് പരോളിലാണ്. അതൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ യാഥാർത്ഥ്യമല്ലേ? അല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, തിരിച്ചു ചോദിക്കട്ടെ. കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് നടന്നതാണോ? കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് അല്ല ആണെന്ന് ഞാൻ പറഞ്ഞു. കേരളത്തിൽ നിന്ന് സിറിയയിലേക്ക് ഷാക്കിറിന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഷാക്കിറിന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ഉത്തരം പറയൂ. കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് എന്ന് പറഞ്ഞാൽ നടന്നിട്ടില്ല എന്ന് ഒരു പറയുന്നുണ്ടോ? ഉത്തരം പറയൂ, നിങ്ങളൊരു ഉത്തരം തരൂ. അല്ല, ഞാൻ സമ്മതിച്ചു. ഗുജറാത്ത് കലാപം അതേ പറഞ്ഞിട്ടുള്ളൂ. ബജരംഗി എന്ന് പറയുന്ന ഒരാൾ നമ്മൾ അതേ ശിക്ഷിക്കപ്പെട്ട ആളാണ്. അയാൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. തെറ്റാണ്, സമ്മതിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഓക്കേ. കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് നടന്നിട്ടുണ്ടോ? ശരി, ഷാക്കിർ, ഞാൻ കാശ്മീർ ചോദിക്കുന്നത് ഫയൽസ് ഞാൻ കേരള സ്റ്റോറി ചോദിക്കുന്നത് സിനിമയായിട്ട് തന്നെ കണ്ടാൽ മതി എന്ന രീതിയിൽ നിലപാടെടുത്തിരുന്നു നിങ്ങളെന്നാണ്. കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ മറുപടി പറഞ്ഞില്ല. അതെന്ത് പരിപാടിയാണ് ഷാക്കിറെ? പറയുന്നില്ല. മുതലാളി അതെന്ത് പരിപാടിയാണ് മുതലാളി? അല്ല, ഞാൻ മുതലാളി അതെന്ത് പരിപാടിയാണ് മുതലാളി? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞല്ലോ. ഇനി അല്ല, എന്റെ ഞാൻ മറുപടി ഞാൻ പറ. പറഞ്ഞല്ലോ, കാശ്മീരി പണ്ഡിറ്റുകളെ കാശ്മീരിൽ നിന്ന് ഓടിക്കുന്ന എക്സോഡസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞു. ഞാൻ ഒറ്റ ഞാൻ കാര്യം പറഞ്ഞു, പറഞ്ഞിട്ടുള്ളൂ. ഞാൻ മറുപടി പറഞ്ഞു. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇവരെല്ലാം ഉണ്ട്. അതേ പറഞ്ഞിട്ടുള്ളൂ. ആ സിനിമയുമായി അതാണ് ഞാൻ ബന്ധപ്പെട്ട് ചോദിച്ചത്. ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടായി. അതുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഇപ്പൊ പ്രേക്ഷകർ കാണുന്നത്. ഒരുപാട് നിങ്ങളുടെ കോലാഹലങ്ങൾ ഷാക്കിറിന്റെ ഉണ്ടായിട്ട് ഇരട്ടത്താപ്പാണ് ഇപ്പൊ ആ പ്രേക്ഷകർ സിനിമയിൽ കാണുന്നത്. അത്ര ഗുരുതരമായിട്ടുള്ള കാശ്മീർ ഫയൽസ് എന്ന തെറ്റായ സിനിമയിൽ സംഗതികൾ പറഞ്ഞിരിക്കുന്ന കടന്നുകൂടിയിട്ട് കാശ്മീരി ഇഷ്ടം എക്സോഡസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ? എന്തിനാ ഇതിന് മാത്രം തിരിച്ചാൽ നിൽക്കുന്നത്? നിങ്ങൾ അല്ല, മിണ്ടാതിരിക്കുന്നത് ഇതെന്തിനാണ്? എന്തിനാണെന്ന് നമുക്കറിയാം കേട്ടോ. എമ്പുരാനിൽ മാത്രം അരിഹാരം വെട്ട്. കഴിക്കുന്നവർക്കും എന്തിനാണ് പത്തിരി എമ്പുരാനിൽ കഴിക്കുന്നവർക്കും മാത്രം മനസ്സിലാവും കേട്ടോ. അല്ല, ഷാക്കിറെ, മറ്റു സിനിമകളിൽ ഷാക്കിറെ, വെട്ടുണ്ടായിട്ടുണ്ടോ? ഷാക്കിറെ, മറ്റു ക്രോസ് സിനിമകളിൽ ടോക്ക് നടത്തിയോണ്ട് നിങ്ങൾ ജയിക്കില്ല ഷാക്കിറെ. ഏതെങ്കിലും രംഗങ്ങൾ ഷാക്കിറെ, വെട്ടിമാറ്റിയിട്ടുണ്ടോ? ഷാക്കിറെ, നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഇപ്പൊ ഈ ന്യൂസ് എയ്റ്റീൻ പ്രേക്ഷകർ ഞാൻ കാണുന്നത്. എന്റെ ചോദ്യത്തിലേ ഉള്ളൂ. കാശ്മീരി മറ്റ് പണ്ഡിറ്റുകളുടെ സിനിമകളിൽ എക്സോഡസിനെ പറ്റി കമാൻ അക്ഷരം പറയാത്തവനൊക്കെ എന്തിനാണ് കേരള സ്റ്റോറിയെ പറ്റി പറയുന്നത്? നിങ്ങൾ എന്തിനാണ് ബാബു പറയുന്നതിന് ബജരംഗിയെ പറ്റി മറുപടി പറയുന്നത്? ഞാൻ എന്റെ ഒരു വാദം ഭാഗത്ത് നിന്ന് ഇത്രയാണ്. നടന്നു കഴിഞ്ഞാൽ അത് വലിയ കാര്യം, മറ്റേതാണെങ്കിൽ പ്രശ്നമില്ല. കാശ്മീരി അല്ല, പണ്ഡിറ്റ് എക്സോഡസ് ഈ ചർച്ച തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? 2000 ആളുകളെ ഷാക്കിർ, നിങ്ങളോടുള്ള ഒരു നേരിട്ടുള്ള ബസ്സിൽ വെല്ലുവിളിയാണ്. 73 പേരെ ഈ ചർച്ച നിഷ്ഠൂരമായി ശരി, ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഷാക്കിർ അതിനുള്ള മറുപടി പറയൂ. ഷാക്കിർ അതിനുള്ള മറുപടി പറയൂ. ആവർത്തിച്ച് ശ്രീജിത്ത് ചോദിക്കുന്നുണ്ട്. കാശ്മീർ ഫയൽസിനെയും കേരള സ്റ്റോറിയെയും നിങ്ങൾ എതിർത്തതിനെ കുറിച്ചാണ്. 2000 ആളുകളെ കൊന്ന ഗുജറാത്ത് കലാപം ശ്രീജിത്ത് പണിക്കർക്ക് വളരെ നിസ്സാര കാര്യമാണ്. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്റെ വായിലിരുന്ന് സംസാരിക്കണ്ട. അല്ല, നിങ്ങൾ എന്റെ നിങ്ങൾക്ക് വായിലിരുന്ന് വളരെ നിസ്സാരമായ സംസാരിക്കണ്ട. കാര്യമാണ്. ഗുജറാത്ത് കലാപം റിയാലിറ്റി ആണ് എന്നും ബാബു ബജരംഗി അതിലെ വില്ലനാണെന്നുമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്തത് എന്തിനാണ് ഇതിനെ കാശ്മീരി പറ്റി പണ്ഡിറ്റുകളെ പറ്റി ചോദിച്ചതില്ല. നിങ്ങൾ മിണ്ടില്ല ഷാക്കിറെ. നിങ്ങൾക്ക് മിണ്ടാനുള്ള തന്റെ ഇടമല്ലേ ഷാക്കിറെ? നിങ്ങൾക്ക് ചരിത്രത്തിനെ പറ്റി നുണ പറയാനുള്ള തന്റെ ഇടമല്ലേ ഷാക്കിറെ? നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇപ്പൊ ആൾക്കാർ കാണുക. ഞാൻ 5 മിനിറ്റായിട്ട് നിങ്ങളോട് ചോദിക്കുന്നു, കാശ്മീരി പണ്ഡിറ്റുകളുടെ എക്സോഡസ് നിങ്ങൾ അംഗീകരിക്കുന്നോ ഇല്ലയോ? ഷാക്കിറെ, നിങ്ങൾ എക്സ്പോസ്ഡ് ആവുകയാണ് ഷാക്കിറെ. നിങ്ങളുടെ തൊലി ലൈവിൽ ഉരിയുകയാണ് ഷാക്കിറെ. നിങ്ങളുടെ തൊലി ഇളകുന്നതാണ് പ്രേക്ഷകർ ലൈവിൽ കാണുന്നത്. കാശ്മീരി എക്സോഡസ് നടന്നോ ഇല്ലയോ? കാശ്മീരി എക്സോഡസ് നടന്നോ ഇല്ലയോ? കൂട്ടക്കൊല നിങ്ങൾക്ക് നിസ്സാരമാണ്. നോക്കൂ, നിങ്ങൾ എവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ബജരംഗി അങ്ങനെ ഒരു പേര് പരാമർശിച്ചതിന് ബജരംഗി വില്ലനാണ് എന്നും ബജരംഗി കള്ളനാണെന്നും 5 മിനിറ്റ് അയാളെ ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് ശിക്ഷിച്ചേട്ടാ. ഞാനത് സമ്മതിച്ചാലും വില്ലനാണ്. കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസ് നിങ്ങൾ സമ്മതിക്കുന്നു? കേരള സ്റ്റോറിയുടെ കഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വായിച്ച റിയൽ ഇൻസിഡന്റ് ആണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നോ? നിങ്ങളുടെ MLA, നിങ്ങളുടെ UDF-ലെ PT തോമസിനോട് പറഞ്ഞതാ. അപ്പൊ കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസിനെ പറ്റി നിങ്ങൾ കമാന്ന് മിണ്ടൂല. നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനെ തള്ളി പറയാൻ ധൈര്യമില്ല. നിങ്ങൾക്ക് കേരള സ്റ്റോറി നിങ്ങളുടെ MLA-യോട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ പറ്റി ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് തന്റെ ഇടമില്ല. പിന്നെ എന്തിനാണ് സാറേ ഈ വൺ ഡയറക്ഷനിലായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വാദിക്കുന്നത്? നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം വൺ വേ ആണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം സാറേ. ശരി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലും സിനിമയെ സിനിമയായി കാണണമെന്ന നിലപാടിന്റെ കാര്യത്തിലും ഇരട്ടത്താപ്പുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചർച്ച അവസാനിപ്പിക്കുകയാണ് ഞാൻ. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത. ഒറ്റ ചോദ്യം, ആ 32,000 എന്നുള്ള പരാമർശം നീക്കം ചെയ്തോ? നിങ്ങൾ ന്യൂസ് നോക്കൂ. നിങ്ങൾ പത്രം പോലും വായിക്കുന്നില്ലെന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങൾ ന്യൂസ് നോക്കൂ. അതിന്റെ പ്രൊമോഷണൽ കാർഡിലടക്കം നീക്കം ചെയ്തില്ലേ? പ്രൊമോഷണൽ കാർഡിലടക്കം നീക്കം ചെയ്തില്ലേ? എന്താണ് ചേട്ടാ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? എന്താണ് ചേട്ടാ? ഞാൻ ഇത്രയും സമ്മതിച്ചല്ലോ. കഴിഞ്ഞ 10 മിനിറ്റായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ്. നിങ്ങൾ ഈ ചർച്ച തീരാനുള്ള സമയം വരെയും നിങ്ങൾ സംസാരിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഇരട്ടത്താപ്പാണ്. നിങ്ങൾക്ക് കാശ്മീരി പണ്ഡിറ്റ് എക്സോഡസിനെ പറ്റി നിങ്ങൾ മിണ്ടൂല. നിങ്ങൾക്ക് തന്റെ അറിയില്ല. നിങ്ങൾക്ക് ചരിത്രബോധമില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടു നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം പൊന്നു ഷാക്കിർ മുതലാളി, ആവിഷ്കാര സ്വാതന്ത്ര്യം വൺ വേ ട്രാഫിക് അല്ല.
അത് ഹൈവേ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകണം. നിങ്ങൾക്ക് വണ്ടി ഒരു സ്ഥലത്തിലേക്കേ പോവുള്ളൂ. നിങ്ങൾ മറ്റേ സൈഡിൽ ബാരിക്കേഡ് വെച്ചിരിക്കുക. ഷാക്കിറെ, കഷ്ടമാണ് ഷാക്കിറെ. നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ ഷാക്കിറെ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. മതി ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പണിക്കർ, ശ്രീ ജോസ് തോമസ്, ഷാക്കിർ, ഫക്രുദ്ദീൻ, രാഹുൽ ഈശ്വർ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: എമ്പുരാൻ സിനിമയ്ക്ക് 24 വെട്ട്, തീരുമാനം ശരിയായോ? ശരിയായി എന്ന് 41% പ്രേക്ഷകർ, ശരിയായില്ല എന്ന് 55% പ്രേക്ഷകർ. വേണ്ടിപ്പറ്റി അവസാനിക്കുന്നു. നന്ദി.